Hello, my dears. Good morning. So, നമ്മുടെ ബുള്ളറ്റ് സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഫിസിക്സ് ലാസ്റ്റ് നമ്മൾ എടുത്തത് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, റൊട്ടേഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, ദെൻ കൈനറ്റിക് തിയറി ആണ്. ഓക്കെ, സോ തുടങ്ങാം. ഓഡിയോ കേൾക്കുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓഡിയോ ക്ലിയർ ആണോ? ഗുഡ് മോർണിംഗ് ഡിയർ. കേൾക്കുന്നുണ്ടോ ഒന്ന് പറയണേ. ഓഡിയോ ക്ലിയർ ആണോ, കേൾക്കുന്നുണ്ടോ എന്ന് പറയണം. ഗുഡ് മോർണിംഗ് സുഷമ, ലക്ഷ്മി. കേൾക്കുന്നുണ്ടോ? ഹായ് 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 ഹായ്. തുടങ്ങാം നമുക്ക്. പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ ഫൈൻ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തിമ, റഹ്ന കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ലോസ് ഓഫ് മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു 3 ടോപ്പിക്ക് നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. ചാപ്റ്റർ അവസാനിക്കുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ശ്രേയ കേൾക്കുന്നുണ്ട്. പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ ചെയ്യണം, അത് നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സാമ്പിൾസ്, ടെക്സ്റ്റ് ബുക്കിൽ NCERT എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഹായ് കബനി, സാനിക, ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ചാറ്റ് സ്ലോ ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു 10 സെക്കൻഡ്, ഒരു 7 സെക്കൻഡ് ലാഗ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറയുന്നതും നിങ്ങളുടെ ചാറ്റുമായിട്ടൊരു 7 സെക്കൻഡ്സ് ലാഗ് ഉണ്ടാവും. അതങ്ങനെയാണ് യൂട്യൂബ് ലൈവ് നോർമലി എപ്പോഴും സംഭവിക്കുക കേട്ടോ. നെറ്റ് കണക്ഷൻ്റെ പ്രശ്നമല്ല, അങ്ങനെയാണ്. ഒരു 7 സെക്കൻഡ് നിങ്ങൾ ലൈവ് വരുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ, തുടങ്ങല്ലേ? ഓക്കെ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ലോസ് ഓഫ് മോഷനും വർക്കും റൊട്ടേഷനും പഠിച്ച പോലെ 3 ചാപ്റ്ററും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സും പ്ലസ് 2ലെ ചാപ്റ്റേഴ്സും തമ്മിലുള്ള കുട്ടികൾക്കുള്ള ഒരു ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ പൊതുവേ നീറ്റ് ആസ്പിറൻസിനും JEE-ക്കൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഗയു ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, പൊതുവെ പഠിക്കാൻ ബുദ്ധിമുട്ട് +1 ആണ്. കാരണം എന്താ വെച്ചാൽ +1ലെ മെക്കാനിക്സ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിപ്പിച്ച ലോസ്, വർക്ക് എനർജി, റൊട്ടേഷൻ എല്ലാം കണക്റ്റഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലെ മുമ്പുള്ള ചാപ്റ്റർ ചിലപ്പോൾ അതിന് ശേഷം വരുന്ന ചാപ്റ്റർ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഓക്കെ, ആ ഒരു കണ്ടിന്യൂറ്റി ആണ്. അതുപോലെ വരുന്നതാണ് അടുത്തൊരു കണ്ടിന്യൂറ്റി സീരീസ് ആണ് തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി. ഈ 3 ചാപ്റ്ററും റിലേറ്റഡ് ആണ്, ഹീറ്റുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ +2 നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ക്ലബ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ചാപ്റ്ററും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ കമ്പാരിറ്റീവ്ലി കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ എളുപ്പമായിരിക്കും. എല്ലാ ചാപ്റ്ററല്ല ഞാൻ പറയുന്നത്, ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും. ഓക്കെ, സോ നമുക്കിനി അധികം വർത്തമാനമൊന്നും ഇല്ലാതെ ഫാത്തിമ, ഷെറിൻ ഹായ് ഹായ് ഹായ്. ഓക്കെ, അപ്പോൾ അധികം കമൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയൊരു ഐഡിയ തന്നിട്ട് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കാരണം നമുക്ക് ഡിസ്കഷൻ തിയറി പറയാൻ നിന്നാൽ നമ്മളെ പ്രോബ്ലംസ് നടക്കില്ല. തെർമലാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ തെർമലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തെർമലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? തെർമൽ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ, ഹീറ്റും ടെമ്പറേച്ചറും. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, എത്രയാണ് ചൂട് എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുക. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ആ എനർജി എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ട് പോകുന്നതാണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പോർഷൻ ഓഫ് ദ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഡിയേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതിൽ കുറച്ച് ലോസ് വരുന്നുണ്ട്. കിർച്ചോഫ്സ് ലോ, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, സ്റ്റീഫൻസ് ലോ, ഇങ്ങനെ വരുന്ന കുറച്ച് ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. പിന്നെ അവിടെ തന്നെ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. ഓക്കെ ഫൈൻ. സോ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ടെമ്പറേച്ചർ സ്കെയിൽ വെച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എന്താണ്, ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ടെമ്പറേച്ചർ സ്കെയിൽ കൺവേർഷനാണ് ആദ്യം വരുന്നത്. ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലോട്ട്, ഫാരൻഹീറ്റിൽ നിന്ന് കെൽവിനിലോട്ട്. ഇതൊന്നുമല്ലാതെ പുതിയൊരു സ്കെയിൽ തരാം പരീക്ഷയ്ക്ക്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസോ ഫാരൻഹീറ്റോ കെൽവിനോ ഒന്നുമല്ലാതെ പുതിയൊരു ടെമ്പറേച്ചർ സ്കെയിൽ തന്നാൽ 10 ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു പുതിയ ടെമ്പറേച്ചർ സ്കെയിലിൽ എത്രയായിരിക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് ഹീറ്റ് കൂടിയാൽ എങ്ങനെയാണ് ലെങ്ത് മാറുക,
എങ്ങനെയാണ് ഏരിയ മാറുക, എങ്ങനെയാണ് വോളിയം മാറുക. ഇതാണ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് സ്പെസിഫിക് ഹീറ്റാണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ നേരെ പൊക്കി കൊണ്ടുപോയി പ്രോബ്ലത്തിൽ കൊടുക്കും. ഹീറ്റും സ്പെസിഫിക് ഹീറ്റുമാണ് വരുന്നത്. അവിടെ നമുക്ക് മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ച് പറയും, ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് പറയും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റേഡിയേഷൻ വരും. അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങും കയറി വരും. അപ്പോൾ ഫോർമുല വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം ഫോർമുലാസ് വരുന്നൊരു ചാപ്റ്ററാണ്. ഇത് തന്നെയാണ് നമുക്ക് അടുത്ത ലൈലാക്ക് മൂൺ ഹായ് 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 ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിലും കണ്ടിന്യൂഷൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫോർമുലകളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള ഫോർമുലയുള്ള പുസ്തകം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു PDF നമുക്ക് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായിരിക്കും. കാരണം നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ടാണ് കിടക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട ഫോർമുലാസ് എല്ലാം ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയും. അല്ലാതെ ജനറലായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി, ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, ഫോർമുലാസ് ബേസ്ഡ് ഓൺ thermal properties of matter and radiation NEET എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുല ചാർട്ട്, അതിൻ്റെ ബ്രെയിൻ മാപ്പ് എല്ലാം നമുക്ക് കിട്ടും. ഗൂഗിളിൽ ഫ്രീ ഡൗൺലോഡ് ആയിട്ട് എല്ലാം കിട്ടും. ഓക്കെ, സോ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫൈൻ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നോക്കി കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. The reading of a bath of Celsius and Fahrenheit thermometer are in the ratio 2:5. ഓക്കെ, ദ ടെമ്പറേച്ചർ ഓഫ് ദി ബാത്ത് ഇസ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കയ്യിൽ ഒരു സെൽഷ്യസ് സ്കെയിലുമുണ്ട്, പിന്നെയോ ഒരു ഫാരൻഹീറ്റ് തെർമോമീറ്റർ ഉണ്ട്. അവരുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ റേഷ്യോ ഇങ്ങനെയാണ്, 2:5 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ടെമ്പറേച്ചർ റീഡിംഗ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഏതൊരു ടെമ്പറേച്ചറിൻ്റെയും മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് വിചാരിക്കും. എല്ലാ ഓപ്ഷനും നോക്കിയാൽ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എനിക്ക് ഈ ഒരു തന്നിട്ടുള്ള ടെമ്പറേച്ചറിനെ എനിക്ക് എന്തിലോട്ട് മാറ്റണം? എനിക്ക് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ബേസിക് ഫോർമുല എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് മൈനസ്, ഞാൻ ഏതൊരു സ്കെയിൽ കൺവേർഷൻ്റെയും ഫോർമുലയാണ് പറയുന്നത്, ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ് മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഹാവ് ടു ബി ഇക്വേറ്റഡ് വിത്ത്, അടുത്തത് നമ്മൾ ഫാരൻഹീറ്റിനായിട്ടാണ് മെഷർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫാരൻഹീറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് ഓഫ് ദി ഫാരൻഹീറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫാരൻഹീറ്റ്. ഇങ്ങനെയാണ് ജനറൽ ഫോർമുല വരിക. ഓക്കെ, ഇനി നാളെ ഏതെങ്കിലും ഒരു മെഷർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് എത്രയായിരിക്കും ഫാരൻഹീറ്റിൽ എന്ന് മെഷർ ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, 10 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് ഫാരൻഹീറ്റിൽ മെഷർ. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക? ഈ ടെമ്പറേച്ചർ ഓഫ് ദി സെൽഷ്യസിൽ നമ്മൾ എന്ത് കൊടുക്കണം? 10 ഡിഗ്രി എന്ന് കൊടുക്കണം. ഓക്കെ, പിന്നെ ലോവർ ലിമിറ്റ് ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ്, എനിക്കറിയാം ഡിഗ്രി സെൽഷ്യസിലെ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് നമുക്കറിയാം. പിന്നെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്, മൈനസ് ലോവർ ലിമിറ്റ്, അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അത് 100 ആണ്. ഓക്കെ, 100 ആണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ എനിക്ക് കാണേണ്ടത് ആരാണ്? എനിക്ക് കാണേണ്ടത് ഇവനാണ്, ഫാരൻഹീറ്റ് ആണ് എനിക്ക് കാണേണ്ട ടെമ്പറേച്ചർ. ഫാരൻഹീറ്റ് കാണണം. ഇനി ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റിൻ്റെ ലോവർ ലിമിറ്റ് നമുക്ക് ഓരോരുത്തർക്കും അറിയണം, ദാറ്റ് ഇസ് 32 ആണ് ഫാരൻഹീറ്റിൻ്റെ ലോവർ ലിമിറ്റ്. പിന്നെ അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 180 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആകെ അറിയാത്തത് ആര് മാത്രമേ ഉള്ളൂ? ഇതാണ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ആകെ അറിയാത്തത് നമുക്ക് ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതൊരു സ്കെയിലിൻ്റെ ടെമ്പറേച്ചറിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഇതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താ ക്വസ്റ്റ്യൻ നോക്കി? ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഡിഗ്രി സെൽഷ്യസ് കൺവേർഷൻ ആൻഡ് അങ്ങോട്ടാക്കാനോ അവിടെ നിന്ന് ഇങ്ങോട്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും നീറ്റിന് വരാറുണ്ട്. ഇനി ആ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. എന്താ? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കാണേണ്ടത്, റൈറ്റ്? ലോവർ ലിമിറ്റ് 0 ആണ്, ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഇസ് 100 മൈനസ് 0, ദാറ്റ് ഇസ് 0, ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ്, ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ ഇപ്പോൾ എഴുതി, ലോവർ ലിമിറ്റ് എത്രയാണ്? 32 ആണ്, ഡിവൈഡഡ് ബൈ ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 180 ആണ്. ഓക്കെ, കൊടുത്തു നമ്മൾ. ഇനി നമുക്ക്
ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്. ഞാൻ ലോസ് ഓഫ് മോഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റേഷ്യോ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിക്കോസ് 2:5 എന്ന് പറഞ്ഞാൽ ആരെ വിത്ത് റെസ്പെക്റ്റും ആണ്. ആദ്യം തന്നിട്ടുള്ളത് ടെമ്പറേച്ചർ ഓഫ് സെൽഷ്യസ് ആണ്, പിന്നെ തന്നിട്ടുള്ളത് ടെമ്പറേച്ചർ ഓഫ് ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് സെൽഷ്യസ് ഈസ് ടു ടെമ്പറേച്ചർ ഓഫ് ഫാരൻഹീറ്റ് ആണ് ആര് 2:5 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ, അപ്പോൾ നമുക്ക് ഒരു കോമൺ റേഷ്യോനെ നമുക്ക് എന്താക്കി എടുക്കാം, ടെമ്പറേച്ചർ ഓഫ് സെൽഷ്യസിന് നമുക്ക് 2x എന്ന് എടുക്കാം. എക്സ് എന്താണ്, ഒരു കോമൺ റേഷ്യോ ആണ്. യുനോ രണ്ട് പേർക്കും വേണ്ട, നമ്മൾ അങ്ങനെയാണ് റേഷ്യോ വരുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറ് 10ാം ക്ലാസ്സിൽ, റൈറ്റ്. 1:2 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു കോമൺ പ്രോഡക്റ്റ് എടുക്കും, ദാറ്റ് ഈസ് എക്സ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 2x എന്ന് എടുത്തു. ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ എന്തെടുക്കാം, 5x നമുക്ക് എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി നമ്മൾ ഈ ഒരു ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു ഫോർമുലയിൽ നമ്മൾ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, 2x എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ എത്രയാണ്, 100 ആണ്, ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം, ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ് നമുക്ക് 5x എന്ന് കൊടുക്കാം. 5x മൈനസ് 32 ബൈ 180. അപ്പോൾ ഒരു 0 ഇവിടെ നിന്ന് കട്ടായി പോയി. സോ ഫൈനലി നമുക്ക് കിട്ടുക 2x ബൈ 10 ഇസ് ഈക്വൽ ടു 5x മൈനസ് 32 ബൈ 18. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിനെ മാത്രം കൊണ്ടുവരിക, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അല്ലാത്ത വേരിയബിളിനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസിനെ കൊണ്ടുവരിക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എക്സ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ സോൾവ് ചെയ്യണം മക്കളെ, ഞാൻ ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നേരെ ആൻസറിലോട്ട് കിടക്കുകയാണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നറിയോ, ഒന്നുമില്ല, ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2x ഇൻറ്റു 18 ഈക്വൽ ടു 15x മൈനസ് 32 ഇൻറ്റു 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ എക്സിനെ മാത്രം ഒരു സ്ഥലത്തെടുത്ത് ബാക്കി കോൺസ്റ്റൻസിനെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്ന ആൻസറാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു 160/7. അപ്പോൾ 160/7 ആണോ എനിക്ക് വേണ്ട ഉത്തരം? ഓക്കെ, അല്ല. കാരണം എന്താ ചോദിച്ചിട്ടുള്ള, എന്താ ലാസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദി ബാത്ത്. ടെമ്പറേച്ചർ ഓഫ് ദ ബാത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ് ആണ് ചോദിച്ചത്. ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തത്, 2x ആണ്. എനിക്കിപ്പോൾ കിട്ടിയത് ആരാ, എനിക്കിപ്പോൾ കിട്ടിയത് x ആണ്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ദ 2. സോ 2x ആണ് നമ്മളോട് ചോദിച്ചത്. സോ 2x ഇസ് ഈക്വൽ ടു 320. 160 into 2, 320 divided by 7, that's almost 45 degrees Celsius. So option 3 ആണ് correct. ഓക്കെ ആണോ മക്കളെ? കമൻറ്റ് ചെയ്യണേ, മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒന്നുമില്ലായിരുന്നു, നമ്മൾ എന്താ ഫോർമുല കൊടുത്തത്, നമ്മൾ ആ ഒരു ബേസിക് ഫോർമുല, ടെമ്പറേച്ചർ കൺവേർഷൻ്റെ ബേസിക് ഫോർമുല കൊടുത്തു. പിന്നെ അതിൽ നിന്ന് നമുക്ക് തരാത്തത് ആരായിരുന്നു, ഒരു കോമൺ റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എപ്പോഴും ലാസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിക്കുക, ബിക്കോസ് അതും ഓപ്ഷനും നമ്മൾ നോക്കിയാലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആരെക്കുറിച്ചിട്ടാണ് ചോദിച്ചത് എന്ന് മനസ്സിലാവുക. ക്വസ്റ്റ്യൻ ആരെക്കുറിച്ചായിരുന്നു, ഡിഗ്രി സെൽഷ്യസിനെ കുറിച്ചിട്ടായിരുന്നു. സോ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എക്സ് ആദ്യം കണ്ടുപിടിച്ചു. ചോദ്യം ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ടെമ്പറേച്ചർ ആണ്, 2x ആണ് ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ. നമ്മൾ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗോട്ട് ദ ആൻസർ 45.71 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞത്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കാം. എ സെക്കൻഡ്സ് പെൻഡുലം ക്ലോക്ക് has a steel wire. Okay, the clock shows the correct time at 25 degrees Celsius. How much time does the clock lose or gain in 1 week when the temperature is increased to 35 degrees Celsius? എന്താ പറഞ്ഞിട്ടുള്ളത്, ക്ലോക്ക് കറക്റ്റ് സമയം, ക്ലോക്ക് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്, ഒരു സ്റ്റീൽ വയറിനെ വെച്ചിട്ടാണ്. ഓക്കെ, ആ ക്ലോക്ക് കറക്റ്റ് സമയം കാണിക്കുക എത്ര ടെമ്പറേച്ചറിലാണ്, 25 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ഒരു ക്ലോക്ക് കറക്റ്റ് സമയം കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം ഡസ് ദ ക്ലോക്ക് ലോസ് ഓർ ഗെയിൻ ഇൻ 1 വീക്ക് വെൻ ദ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് ടു 35 ഡിഗ്രി സെൽഷ്യസ്? എന്താ പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് സമയം നമുക്ക് എത്ര ടെമ്പറേച്ചറിലാണ് കാണിക്കുക, 25 ഡിഗ്രി സെൽഷ്യസിലാണ് കറക്റ്റ് സമയം കാണിക്കുക. അങ്ങനെയാണെങ്കിൽ 25 ഡിഗ്രി എന്ന് പറഞ്ഞത് 35 ഡിഗ്രി ആകുമ്പോൾ എത്ര സമയമാണ് നമുക്ക് ഒരാഴ്ച നഷ്ടപ്പെടുക, ഒരാഴ്ച നമുക്ക് നഷ്ടപ്പെടുക എത്ര സമയമാണ്? അപ്പം നമുക്കറിയാം, നമ്മൾ ഇത് ആക്ച്വലി എന്ത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്,
ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ, തെർമൽ ലീനിയർ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ മനസ്സിലാവും. ബിക്കോസ് ടെമ്പറേച്ചർ കൂടിയാൽ ആര് കൂടും? ലെങ്ത് കൂടും, ഏരിയ കൂടും, വോള്യം കൂടും, ഡെൻസിറ്റി കുറയും. ഓക്കെ, ലെങ്ത്തിന്റെ ഫോർമുല എന്താ? LT is equal to L0 1 plus alpha delta T. ഓക്കെ, ദിസ് ഇസ് ദ ഇൻക്രീസ് ഓഫ് ലെങ്ത്. ഇതുപോലെ നമുക്ക് ഏരിയയും വോളിയം എല്ലാം എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് ടൈം പീരീഡ് ഓഫ് പെൻഡിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർമുല എഴുതാം. T is equal to 2 pi root L by G. ഇതാണ് നമ്മുടെ ഫോർമുല ഫോർ ടൈം പീരീഡ് ഓഫ് പെൻഡുലം. അപ്പോൾ നമുക്ക് കാണേണ്ടത് എത്രയാണ് ഇതിൽ നിന്ന് ലോസ് ആവുന്നത്. സോ ഡെൽറ്റ ടി ബൈ ടി ആണ് ഫ്രാക്ഷൻ ഓഫ് ടൈം വി ലോസ്. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ വളരെ പവർഫുൾ ടൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എറർ അനാലിസിസ് എന്ന് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ ഡെൽറ്റ ടി ബൈ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ എന്ത് എഴുതാം? കോൺസ്റ്റന്റ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് എന്ത് എഴുതാം? ഡെൽറ്റ എൽ ബൈ എൽ. ഇവിടെ ഒരു 1/2 കൊടുത്താൽ ഡെൽറ്റ എൽ ബൈ എൽ നമുക്ക് എഴുതാൻ പറ്റൂലേ? അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷണൽ ചേഞ്ചിങ് ദ ലെങ്ത് ആണ്. അപ്പോൾ ഇതിന്റെ പവർ ഇതൊരു റൂട്ടിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തത്? 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം നമുക്ക് വേണ്ടത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. പക്ഷെ ആ ഡെൽറ്റ എൽ ബൈ എൽ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഉണ്ടോ? ചേഞ്ച് ഓഫ് ലെങ്ത് തന്നിട്ടുണ്ടോ? നോക്കി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. ഒറിജിനൽ ലെങ്ത് ഓഫ് ദ സ്റ്റീൽ തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് അതിൻ്റെ വേറൊരു സാധനം ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തു. ഞാൻ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ബ്രാക്കറ്റ് കൊടുത്തതെല്ലാം വെറുതെ വേണ്ടി നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തരുന്നതൊന്നല്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും സ്കൂളിലെ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് എന്തിനാ ബ്രാക്കറ്റ് തരാം? ബ്രാക്കറ്റ് തരാൻ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു സാധനമാണ് നമ്മൾ. പക്ഷെ ആ ഒരു തോട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ബ്രാക്കറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു 50% ഓഫ് ദ ക്വസ്റ്റ്യനിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ അതിൻ്റെ ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഫോർമുല ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു നമുക്കറിയണം എന്ത്? ആൽഫ ഡെൽറ്റ ടി ആണ്. ഇത് എവിടുന്നാ വന്നേ? ഞാൻ നേരത്തെ ഒരു ഫോർമുല എഴുതിയിട്ടുണ്ട്. LT is equal to L0 1 plus alpha delta T. അപ്പോൾ ഇവിടെ നിന്ന് സോൾവ് ചെയ്തതാണ് ഡെൽറ്റ ടി. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താ? LT മൈനസ് L0 ആണ് ഡെൽറ്റ എൽ ബൈ L0 is equal to ബാക്കി ആര് വരും? ആൽഫ ഡെൽറ്റ ടി ആണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആൽഫ ഡെൽറ്റ ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ ഡെൽറ്റ ടി 1/2. അപ്പോൾ ആൽഫ നമുക്ക് ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എത്രയാണ്? ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/2 നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. 1/2 ഇൻറ്റു ആൽഫ 1.2 ഇൻറ്റു എത്രയായിരുന്നു വാല്യൂ? എത്രയായിരുന്നു? 1.2 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ? 25 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രിയിലോട്ടായി. സോ ദാറ്റ് ഇസ് 10 ഇൻറ്റു കഴിഞ്ഞു. സോ സോൾവ് ചെയ്യുക ദ 5. സോ സോൾവിങ് വി ഗെറ്റ് 6 ഇൻറ്റു 10⁻⁻5. ഇത്രയാണ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. ഇതെന്താ സംഭവം? ഇത് ഡെൽറ്റ ടി ബൈ ടി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ? ഡെൽറ്റ ടി ബൈ ടി ഒന്നല്ല, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ ടൈം പീരീഡ് ഒന്നല്ല ചോദിച്ചിട്ടുള്ളത്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹൗ മച്ച് ടൈം നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടുന്നത് എത്ര സമയമായിരിക്കും? അപ്പോൾ ചോദ്യം എക്സാക്ട്ലി ഇവനെ കുറിച്ചിട്ടാണ്, ഡെൽറ്റ ടീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുക ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്താണ്? 6 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ടി. ടി എന്താ? വാട്ട് ഇസ് ടി? ടൈം. എത്ര സമയം, എത്ര ദിവസമാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടാ? 1 വീക്ക്. അപ്പോൾ 1 വീക്കിൻ്റെ സമയമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാതും സെക്കൻഡ്സിലാണ്. സോ 1 വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയണം 6 ഇൻറ്റു 10⁻⁵ ആസ് ഇറ്റ് ഇസ്. 1 വീക്ക് എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 7 ദിവസമാണ്. 7 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടും 36.28 സെക്കൻഡ്സ്. ഓക്കെ, 36.28 സെക്കൻഡ്സ്. ഞാൻ നേരെ ആൻസറിലോട്ട് കടക്കുകയാണ് ബിക്കോസ് ദാറ്റ് ക്യാൻ സേവ് ദ ടൈം. അപ്പോൾ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ തിയറി വെരി സിമ്പിൾ ആണ്. എന്താ ഇതിൽ വളരെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഫോർമുല എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡെൽറ്റ എൽ ബൈ പല ക്വസ്റ്റ്യനിലും നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ബിക്കോസ് സ്ട്രെസ് സ്ട്രെയിനിന് റിലേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള യങ്സ് മോഡൽസ് ഒക്കെ തന്നിട്ട് സ്ട്രെസ് സ്ട്രെയിനിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കാം. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ ഫോഴ്സിന് റെസ്പെക്ട് ടു ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം. അതാണ് ഈ ഒരു ഫോർമുലയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാക്കി നമ്മൾ നേരെ കാൽക്കുലേഷൻ പാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിൽ ഗെറ്റ് ദ ആൻസർ. ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കലോറിമെട്രി, പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 100 gram ഓഫ് ഐസ്. ഓക്കെ, ഐസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ഇവിടെ എന്തുണ്ട്? ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹലോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു
ലേറ്റൻറ്റ് ഹീറ്റ് എല്ലാം ബ്രാക്കറ്റ് വരുന്നതെല്ലാം തരുന്നത് തമാശക്ക് തരുന്നതല്ല, അത് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഉപയോഗം ഉണ്ടാവും നോർമലി കേട്ടോ. ഫൈൻ. ഈസ് മിക്സ്ഡ് വിത്ത് എന്തിനായിട്ടാണ് മിക്സ് ചെയ്യുന്നത്? 100 gram ഓഫ് വാട്ടർ. 100 gram ഓഫ് വാട്ടർ ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. അറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 80 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് കഴിഞ്ഞത്? ഒരു ചാപ്റ്ററും കഴിഞ്ഞിട്ടില്ല മോനെ. വി ആർ ജസ്റ്റ് ഗോയിങ് ഓൺ ടു തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പറയുന്നത്. നെക്സ്റ്റ് വിൽ ബി ഡീലിംഗ് അബൌട്ട് തെർമോഡൈനാമിക്സ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് എ തേർഡ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ക്വസ്റ്റ്യനോട് കിടക്കാം. 100 gram ഓഫ് ഐസ്. ഓക്കെ, 100 gram ഓഫ് ഐസ്. കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ എന്താ? തിയറി എന്താ? വാട്ട് ഇസ് ദ തിയറി ഓഫ് കലോറിമെട്രി? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൺ മസ്റ്റ് ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്. നമ്മളൊരാൾ ചൂട് കൊടുത്താൽ മറ്റൊരാൾ ചൂട് അബ്സോർബ് ചെയ്യും. കണ്ടീഷൻ എന്താണ്? അവരുടെ ഇടയിൽ യാതൊരു ടെമ്പറേച്ചറിൻ്റെ ലോസും സംഭവിക്കുന്നില്ല. ഓക്കെ, യാതൊരു ടെമ്പറേച്ചറിൻ്റെ ലോസും സംഭവിക്കാത്ത സമയത്ത് നമ്മൾ എത്ര തന്നെ ടെമ്പറേച്ചർ കൊടുക്കുന്നോ അതേ ടെമ്പറേച്ചർ തന്നെ വാങ്ങും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം. 100 gram ഓഫ് ഐസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. എത്ര ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്? 100 gram ഓഫ് വാട്ടർ എത്ര ഡിഗ്രി? 80 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദി മിക്സ്ചർ, ഇതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് ആരാണ് ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുന്നത്? ഓക്കെ, ആരാണ് ഇവിടെ ടെമ്പറേച്ചർ? നമുക്ക് ചാപ്റ്റർ വെയിറ്റേജ്, സി മൈ ഡിയർ, ചാപ്റ്റർ വെയിറ്റേജിൻ്റെ ഇതാണ് ചോദിക്കുന്നത്. ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ തിങ് നമുക്ക് പറയാൻ കഴിയും, നീറ്റ് ഇസ് ഓൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, നമ്മൾ 10 വർഷം പഠിപ്പിച്ചാലും നമ്മൾ 20 വർഷം പഠിപ്പിച്ച ഫാക്കൽറ്റി ആണെങ്കിലും നമ്മൾ 30 വർഷം ആണെങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല എന്ത്, ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻ വരും, ഇന്ന ചാപ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ +1 ആണ് +2നേക്കാൾ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ +2 ആണ് +1നേക്കാൾ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോക്കസ് ഏരിയ ടൈപ്പ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ബിക്കോസ് അതാണ് എല്ലാ വർഷവും പേപ്പർ സൂചിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു വേറെ പാറ്റേൺ ആയിരിക്കും. സോ ഒരിക്കലും എന്താവില്ല, അതേ പാറ്റേണിൽ തന്നെ റിപ്പീറ്റ് ആവില്ല ക്വസ്റ്റ്യൻ പേപ്പർ. അത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ വെയിറ്റേജ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് നീറ്റിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിയാവുന്ന നമുക്ക് പറ്റുന്ന എല്ലാ ചാപ്റ്റേഴ്സും നീറ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ എന്താ സംഭവം? 100 gram. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഹീറ്റ് കൊടുക്കുന്നത് ആരാണ് എന്ന് നോക്കുക. ഹീറ്റ് കൊടുക്കുന്നത് എപ്പോഴും കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും ഹീറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ശ്രദ്ധിക്കണേ മക്കളെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു സാധനം ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ സംഭവിക്കുക? ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ താഴെ പോകും, ടെമ്പറേച്ചർ പോകും. അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 gram 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ചെല്ലാവുന്ന ഏറ്റവും വെള്ളത്തിന് താഴാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എത്രയാ? 0 ഡിഗ്രി വാട്ടർ ആയിട്ട് മാറാം. ഓക്കെ, 80 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിലാവാൻ എത്ര ഹീറ്റ് കൊടുക്കാം? ഇതാണ് നമ്മൾ ആദ്യം, ബിക്കോസ് ദിസ് ഇസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. എന്താ ഫോർമുല? Q is equal to ms delta T. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഹൈ ടെമ്പറേച്ചറായി നിൽക്കുന്ന ഒരു വെള്ളത്തിൻ്റെ കയ്യിൽ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ ഒരു തണുത്ത ഒരു ഐസായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ വെള്ളം തണുത്ത് താഴെ എത്തുന്ന മാക്സിമം ലിമിറ്റാണ് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ എത്ര ഹീറ്റ് മറ്റവന് കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എം എത്രയാ? 100 ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എത്രയാ? അത് പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. 1 calorie ആണ്. ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ? 80 നിന്ന് എവിടെ എത്തി? 0 എത്തി. ഓക്കെ, 80 നിന്ന് 0 വാട്ട് ഇസ് ദ ചേഞ്ച്? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? 8000 calorie ആണ് ആർക്ക് കൊടുക്കാൻ കഴിയുന്നത്? 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയി തണുക്കാൻ ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തോട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വാങ്ങാൻ ഒരാളുണ്ടാവും. അയാൾ ആരാ? 100 gram ഐസാണ് അയാൾ വാങ്ങുന്നത്. ഐസിൻ്റെ ടെമ്പറേച്ചർ എത്രയാ?
0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഐസിന് വാങ്ങുന്ന ആൾക്ക് എന്താ സംഭവിക്കുക? നമുക്കറിയാം എന്ത്, ഐസും ചൂടുവെള്ളവും മിക്സ് ചെയ്താൽ എന്താ സംഭവിക്കുക? ചൂടുവെള്ളത്തിൽ നിന്ന് ചൂട് പുറത്തോട്ട് പോകും, ഐസ് ആ ചൂട് വലിച്ചെടുക്കും, അവസാനം രണ്ടുപേർക്ക് ഒരു കോമൺ ടെമ്പറേച്ചർ ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ ഐസും മെൽറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ഐസ് ബാക്കി ഉണ്ടാവും, റൈറ്റ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഐസിൻ്റെ അളവും നമ്മൾ മിക്സ് ചെയ്യുന്ന ചൂടുവെള്ളത്തിൻ്റെ അളവ് പോലെ ഇരിക്കും. അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഓൾറെഡി കാൽക്കുലേറ്റ് വെച്ചു. കൊടുക്കാൻ എത്ര മാക്സിമം നമുക്ക് കൊടുക്കാൻ കഴിയും, അതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ 8000 കാലറി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കാണേണ്ടത് വാങ്ങാൻ ആരാളുടെ, ഈ എമൗണ്ട് വാങ്ങാൻ ആരാ നമ്മുടെ കയ്യിലുള്ളത്? വാങ്ങാൻ നമ്മുടെ കയ്യിലുള്ളത് 100 gram ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ഹീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്ന് പറഞ്ഞേ, കമൻറ്റ് ബോക്സിൽ ഇടാമോ? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ഹീറ്റ് വാങ്ങിയാൽ എന്താണ് ഐസിന് സംഭവിക്കുക? എന്നാർക്കെങ്കിലും പറയാമോ? കമൻറ്റ് ബോക്സ് പ്ലീസ്. എന്താ സംഭവിക്കുക? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? 0 ഡിഗ്രി വാട്ടർ ആയിട്ട് മാറും. മാറൂലേ? മാറും. അതിൻ്റെ ഹീറ്റ് എന്താ? എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താ? ഫോർമുല Q is equal to ml. ഇതാണ് ഫോർമുല. അപ്പോൾ M എന്താ? M 100 ആണ്. L ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 80 ആണ്. സോ എന്താ ആൻസർ? 8000 കാലറി ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് വേണ്ടത്. എന്തിന്? 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വാട്ടർ ആയിട്ട് മാറാൻ, 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വാട്ടർ ആയിട്ട് മാറാൻ മെൽറ്റ് ആവും. വണ്ടർഫുൾ. ഓക്കെ, വെരി ഗുഡ്. മെൽറ്റ് ആവും. ആ മെൽറ്റ് ആവും എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ എങ്ങനെയാ പറയാ പീറ്റർ? നമ്മൾ എങ്ങനെയാ പറയാ? മെൽറ്റ് ആവും എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ പറയാൻ എന്താണെന്നറിയോ? നമ്മൾ പറയാ സെയിം ചേഞ്ച്, സ്റ്റേറ്റസ് ചേഞ്ച് ആവും. ഇവിടെ സോളിഡ് ആയിരുന്നു, പിന്നെ അത് ലിക്വിഡ് ആവും. ബട്ട് എന്താവില്ല? ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് ഫോർമുലയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. Q is equal to ms ഡെൽറ്റ ടി ആണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ Q is equal to ml ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഒന്ന് പറയാം മക്കളെ. ഇക്വേഷൻ 1 എപ്പോഴാണ് ഉപയോഗിക്കുക? ഇക്വേഷൻ 2 എപ്പോഴാണ് ഉപയോഗിക്കുക? ഇക്വേഷൻ 1 ഉപയോഗിക്കുക when there is a change in temperature. ടെമ്പറേച്ചറിന് മാറ്റമുള്ളപ്പോഴാണ് നമ്മൾ ഇക്വേഷൻ 1 ഉപയോഗിക്കുക. എപ്പോഴാണ് നമ്മൾ ഇക്വേഷൻ 2 ഉപയോഗിക്കുക? ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഇല്ല, പക്ഷേ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നുണ്ട്, ലിക്വിഡിൽ നിന്ന് 100 ഡിഗ്രി വാട്ടർ 100 ഡിഗ്രി സ്റ്റീമായി മാറുന്നുണ്ട്. ഈ ഒരു കേസിലാണ് നമ്മൾ ചേഞ്ച്, ടെമ്പറേച്ചറിന് മാറ്റില്ലാത്തപ്പോൾ നമ്മൾ Q is equal to ml ഉപയോഗിക്കും. സ്റ്റേറ്റിന് ചേഞ്ച് ഇല്ല, ബട്ട് ടെമ്പറേച്ചറിന് മാറ്റമുള്ളപ്പോൾ നമ്മൾ ms ഡെൽറ്റ ടി ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ആദ്യം കൊടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? ms ഡെൽറ്റ ടി ആണ്. പിന്നെ ഞാൻ വാങ്ങുന്ന ആളുടെ ടെമ്പറേച്ചർ, വാങ്ങുന്ന ആളുടെ ഹീറ്റ് കൊടുത്തപ്പോൾ ഞാൻ കൊടുത്ത ഇക്വേഷൻ അതാ ml ആണ്. അപ്പോൾ അതാ ഒരു കാര്യം മനസ്സിലായി. എന്ത്? നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് 8000 കാലറി ഓഫ് ഹീറ്റ് ആണ്. കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി വാട്ടർ 0 ഡിഗ്രി വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8000 കാലറി ഓഫ് ഹീറ്റ് നമ്മൾ ഇജക്റ്റ് ചെയ്യും. സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്ത് ഒരാൾ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അതാരാ? ഐസ് ആണ്. ഐസ് 0 ഡിഗ്രി ഐസ് ഫസ്റ്റ് എന്തായിട്ടാണ് മാറുക? 0 ഡിഗ്രി വാട്ടർ ആയിട്ട് മാറും. അപ്പം ഐസിന് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം? 8000 കാലറി വേണം. ഇനി ഒന്നും നടക്കില്ല, ഇനി ഒരു പ്രോസസ് നടക്കില്ല. കാരണം എന്താ? എൻ്റെ ആകെ 8000 കൊടുക്കാനുള്ളൂ. ഇവന് 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വാട്ടർ ആവാൻ 8000 വേണം. ഇനി വാട്ടർ തിരിച്ച് 0 ഡിഗ്രി വാട്ടർ ഇനി ടെമ്പറേച്ചർ കൂട്ടുമോ? ഇല്ല. കാരണം എന്താ? ഇനി എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല, എമൗണ്ട് ഓഫ് ഹീറ്റ് ഇനി കൊടുക്കാൻ ഇല്ല. സോ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? വാട്ട് ഇസ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദി മിക്സ്ചർ? നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുന്ന ഫൈനൽ ടെമ്പറേച്ചർ എത്രയാ? ക്വസ്റ്റ്യൻ ശരിക്കും നോക്കി നോക്കി. 80 ഡിഗ്രി വാട്ടർ 0 ഡിഗ്രി വാട്ടറിലോട്ടായി, 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വാട്ടറിലോട്ടായി. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിച്ചെന്ന ടെമ്പറേച്ചർ എത്രയാ? കമൻറ്റ് ചെയ്ത മക്കളെ. ഫൈനലി നമ്മുടെ കയ്യിലുള്ള ടെമ്പറേച്ചർ എത്രയാ? പറ. ക്യാൻ എനിബഡി സേ വാട്ട് ഇസ് ദ ഫൈനൽ ടെമ്പറേച്ചർ? പറ. ആൻസർ എന്താ? പറഞ്ഞ മക്കളെ. ക്യാൻ എനിബഡി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഫൈനൽ ടെമ്പറേച്ചർ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫൈനൽ ടെമ്പറേച്ചർ. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ശ്രേയ 1. ഓക്കെ, വെരി ഗുഡ്. ജിഷ ജയ്ഷ 0 ആണ്. ഓക്കെ, വണ്ടർഫുൾ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയണേ. 0 ആണ്. വെരി ഗുഡ്. അപ്പോൾ നോക്കിക്കോ,
ഒരു ക്വസ്റ്റ്യൻ കൂടെ, അത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാലോറിമെട്രിക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായണ്ടല്ലോ, തീയാണ് തീ. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ വണ്ടർഫുൾ ടോപ്പിക്. ഈ ഒരു കാലോറിമെട്രീൻ്റെ ഐസ് എന്ന് പറഞ്ഞാൽ നിഹാല ഒന്നുകൂടെ നോക്കി, 40 ഡിഗ്രി ആണോ നോക്കണേ. ഇതാ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. ഇതേ ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഫൈനൽ എമൗണ്ട് ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ദ ബീക്കർ? ആലോചിച്ച് പറയണേ മക്കളെ. ഈ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായണ്ടല്ലോ. ചാപ്റ്ററിലെ വലിയൊരു പോർഷൻ കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു തീ കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിലെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതല്ലെങ്കിൽ എനിക്ക് വേഗം പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. അറിയാവുന്നവർ, കേൾക്കുന്നവർ ഈ ചാപ്റ്റർ മനസ്സിലാവണം. ട്രൈ ചെയ്യാൻ നീറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ടോപ്പിക് എനിക്ക് വേണം എന്ന് നിർബന്ധമുള്ളവർ ഇതും കൂടി ട്രൈ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇതേ ക്വസ്റ്റ്യൻ, ഇതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഫൈനൽ ടെമ്പറേച്ചർ ആയിരുന്നു ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനോടാണ്. വാട്ട് ഈസ് ദ ഫൈനൽ എമൗണ്ട് ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ദ ബീക്കർ? ബീക്കറിൽ, പാത്രത്തിൽ ഇപ്പോൾ അവസാനം എത്ര വെള്ളം ബാക്കിയുണ്ട്? ആരെങ്കിലും പറയാമോ? പാത്രത്തിൽ എത്ര വെള്ളം ബാക്കിയുണ്ട്? കമന്റ് ചെയ്യണേ. പാത്രത്തിൽ എത്ര വെള്ളം ബാക്കിയുണ്ട്? ഇനീഷ്യലി 100 ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനീഷ്യലി ഓക്കെ, 100 ഗ്രാം ഉണ്ടായിരുന്ന സ്ഥലത്ത് ആക്ച്വലി ഐസ് 100 ഗ്രാം ആയിരുന്നു. ആസ് പെർ ദ ക്വസ്റ്റ്യൻ പ്രകാരം ചെയ്തു വന്നപ്പോൾ 100 ഗ്രാം ഐസും എന്തായി? 100 ഗ്രാം ഐസും ഫുൾ എന്തായിട്ട് മാറി? വാട്ടർ ആയിട്ട് മെൽറ്റ് ചെയ്ത് മാറി. നോ മൈ ഡിയർ, 100 ml അല്ല, 100 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അതിനെ നമ്മൾ എന്തായിട്ട് മിക്സ് ചെയ്തു? 100 ഗ്രാം ഐസായിട്ട് മിക്സ് ചെയ്തു. അവസാനം എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്? 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വെള്ളമായിട്ട് മാറി. അപ്പോൾ ഐസിന്റെ എമൗണ്ട് എത്രയാ? ഐസ് 100 ഡിഗ്രി ആണ്, അത് 100 ഗ്രാം ആണ്. ആ 100 ഗ്രാം ഐസും ഫുള്ളും എന്തായിട്ട് കൺവേർട്ടായി? 100 ഗ്രാം വാട്ടർ ആയിട്ട് കൺവേർട്ടായി. അതല്ലേ ഈ പറഞ്ഞതിനർത്ഥം? ക്ലിയർ ആണോ? 100 ഗ്രാം ഐസ്, വെരി വണ്ടർഫുൾ, ദിസ് ആൻഡ് ദാറ്റ്. ഓക്കെ, 200 ഗ്രാം ആണ് ഫൈനലി നമ്മുടെ കയ്യിലുള്ളത്. ആദ്യമേ 100 ഗ്രാം ഉണ്ടായിരുന്നു, പ്ലസ് ഒരു 100 ഗ്രാം ഐസും കൂടെ വന്നു. ടോട്ടലി നമുക്ക് കിട്ടി 200 ഗ്രാം. ഓക്കെ, റീൽസ് വേൾഡ്. ഓക്കെ, വണ്ടർഫുൾ. ക്ലിയർ ആണോ മക്കളെ? പറയണേ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ പറയണം. ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണെങ്കിൽ പറയണം കേട്ടോ. ഫൈൻ, ഇത് ഞാൻ നിങ്ങൾക്ക് തരാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നിങ്ങൾക്ക് ചെയ്തു നോക്കുക. ഓക്കെ, സെയിം പാറ്റേൺ ആണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആരാണ് കൊടുക്കാനുള്ള ടെമ്പറേച്ചർ എന്ന് നോക്കുക. ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും ഹീറ്റ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായി? ഓക്കെ, ഹയർ ടെമ്പറേച്ചർ ആണ് ഹീറ്റ് കൊടുക്കുക. ഹയർ ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെന്നെത്തിപ്പെടാവുന്ന ലോവസ്റ്റ് ഹീറ്റ് എത്രയാണെന്ന് നോക്കുക. അവിടെ വരെയുള്ള ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റീം ആണെങ്കിൽ സ്റ്റീം ആദ്യം എന്താവും? കൊടുക്കുമ്പോൾ സ്റ്റീം ആദ്യം വാട്ടർ ആവും. 100 ഡിഗ്രി സ്റ്റീം ആണെങ്കിൽ 100 ഡിഗ്രി വാട്ടർ ആവും. പിന്നെ 100 ഡിഗ്രി വാട്ടർ എന്താവും? 0 ഡിഗ്രി വാട്ടർ ആവും. ഇതുവരെ നടക്കുള്ളൂ. 0 ഡിഗ്രി വാട്ടർ ഒരിക്കലും 0 ഡിഗ്രി ഐസായിട്ട് മാറൂല. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ വാങ്ങാനുള്ളവർക്ക് എന്താ സംഭവിക്കുക? വാങ്ങാനുള്ളവൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, -2 ഡിഗ്രി ഐസ് ആണെന്ന് വിചാരിക്കാം. -2 ഡിഗ്രി ഐസ് എന്ത് സംഭവിക്കും? 0 ഡിഗ്രി ഐസായിട്ട് മാറും. പിന്നെ 0 ഡിഗ്രി ഐസിന് എന്താ സംഭവിക്കുക? 0 ഡിഗ്രി വാട്ടർ ആയിട്ട് മാറും. ടെമ്പറേച്ചർ കൂടുകയാണ്. പിന്നെ 0 ഡിഗ്രി വാട്ടർ പിന്നെ എന്താ സംഭവിക്കുക? വെള്ളം ചൂടാവുകയാണ് ചെയ്യുക. 100 ഡിഗ്രി വാട്ടർ വരെ പോകാം. ഓക്കെ, പക്ഷേ 100 ഡിഗ്രി വാട്ടർ എന്താവില്ല? സ്റ്റീം ആയിട്ട് കൺവേർഷൻ നടക്കില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഉണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഒരു സൈഡിൽ നിങ്ങൾ ഹീറ്റ് കൊടുക്കുന്ന ആളുടെ ഹീറ്റിൻ്റെ എമൗണ്ട് എഴുതി വെക്കുക. 2 ഹീറ്റിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് 2 ഹീറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്? ഒന്ന് MS ΔT, പിന്നെ ഒരെണ്ണം ML. ഓക്കെ, അപ്പോൾ എസിന് ശ്രദ്ധിക്കുക. എസ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ആരാണ് എന്ന് ശ്രദ്ധിക്കണം. കൊടുക്കുന്ന ആൾ സ്റ്റീം ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം കൊടുക്കണം. കൊടുക്കുന്ന ആൾ വാട്ടർ ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ കൊടുക്കണം. കൊടുക്കുന്ന ആൾ ഐസ് ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് കൊടുക്കണം. അതുപോലെ തന്നെ ML എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ഓഫ്, അവിടെ നടക്കുന്ന പ്രോസസ്സ് ഫ്യൂഷൻ ആണോ എന്ന് നോക്കണം. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസും വാട്ടറും 0 ഡിഗ്രിയിലാണ് ഫ്യൂഷൻ നടക്കുക.
ഇനി അതല്ല അവിടെ നടക്കുന്ന പ്രോസസ്സ് വാപ്പറൈസേഷൻ ആണോ എന്ന് നോക്കണം. വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയിലാണ്? 100 ഡിഗ്രിയിലാണ്. അപ്പോൾ 100 ഡിഗ്രിയിലാണെങ്കിൽ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ നോക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയണം. ഓക്കെ, ഇൻ ടേംസ് ഓഫ് കാലറി. ഫൈൻ. അപ്പോൾ ഇതാ ചില വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ തരും, ചില വാല്യൂസ് ക്വസ്റ്റ്യനിൽ തരൂല. അപ്പോൾ ഇത് ഈ സ്റ്റാൻഡേർഡ് വാല്യൂ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ഫൈൻ. ഇതാ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ടെമ്പറേച്ചർ കൂൾസ് ഡൗൺ ഫ്രം 80 degrees Celsius to 60 degrees Celsius in 10 minutes. Okay. When the temperature in the surrounding is 30 degree. Fine. The temperature of the body after next 10 minutes will be. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ, നോക്കട്ടോ. എന്താ നോക്കിയേ, ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്? ദിസ് ഇസ് ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. എ ബോഡി കൂൾസ് ഫ്രം എത്ര ടെമ്പറേച്ചർ? 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 60 ഡിഗ്രി സെൽഷ്യസിലോട്ട് ആയി എത്ര സമയം? 10 മിനിറ്റ് കൊണ്ട്. ഓക്കെ. വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ഇസ് എത്രയാ? 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 10 മിനിറ്റിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആഫ്റ്റർ നെക്സ്റ്റ് 10 മിനിറ്റ്സ് വിൽ ബി. അടുത്ത 10 മിനിറ്റിൽ ബോഡിക്ക് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുല എഴുതാം. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ? T1 minus T2 by time taken is equal to K times T1 plus T2 by 2 minus T0. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, വാട്ട് ഇസ് T1? T1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ. ഓക്കെ. ആദ്യം നമ്മുടെ കയ്യിലുള്ള ടെമ്പറേച്ചറാണ് T1. ഇനീഷ്യൽ ടെമ്പറേച്ചറാണ് T1. T1 is our initial temperature ആണ് T1 എന്ന് പറഞ്ഞാൽ. What is T2? T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ ആണ്. ഫൈനൽ ടെമ്പറേച്ചർ ആണ് T2. What is T0? T0 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്. ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ആണ് T0 എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കിയേ, ഇത് നിങ്ങൾ ചെയ്യണേ. ഞാൻ എങ്ങനെയാണ് ചെയ്യുക, ഫുൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരും. കാൽക്കുലേഷൻ പാർട്ട് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. ഫൈൻ. T1 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് T1? T1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാ? 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഒരു ബോഡി 80 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആ ബോഡി എത്രയിലോട്ടെത്തി? 60ലോട്ടെത്തി. എത്ര സമയം എടുത്തു? വെറും 10 മിനിറ്റ്. വെറും 10 മിനിറ്റ് പറയില്ല, 10 മിനിറ്റ്സ് എടുത്തു. ഓക്കെ. ഇനി അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് തന്നിട്ടുണ്ടേ. നമ്മൾ ഏത് റൂമിലാണോ ഇരിക്കുന്നത് അതാണ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ. ഇനി ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആഫ്റ്റർ അടുത്ത 10 മിനിറ്റിൽ എൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമുക്ക് 2 പോർഷനായിട്ട് വേണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ക്വസ്റ്റ്യൻ നോക്കിക്കോ. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ആണ് നമ്മുടെ T2 എന്ന് പറഞ്ഞാൽ. ബൈ 60 ഡിഗ്രി ബൈ ഡിവൈഡഡ് ബൈ എത്രയാ ടൈം എന്ന് പറഞ്ഞാൽ? എത്ര സമയം? എത്ര സമയത്താണ്? 10 മിനിറ്റ് ആണ്. സോ 10 മിനിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു കെ. കെ ആരാ? കെ നമ്മുടെ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. സോ നമുക്ക് അവനെ കെ എന്ന് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് നോക്കിയേ, ബ്രാക്കറ്റിൽ നോക്കിയേ, വിത്തിൻ T1 ആൻഡ് T2. എന്താ T1 ആൻഡ് T2 എന്ന് പറഞ്ഞാൽ? T1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. T1 എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. T2 എന്ന് പറഞ്ഞാൽ എത്രയാ? T2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഇസ് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. 10 ഡിഗ്രി 10 ഡിഗ്രി 10 ഡിഗ്രി 10 ഡിഗ്രി ആണോ കിട്ടുക? ചെയ്ത് നോക്കിയേ. T2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? T2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ബൈ 2 മൈനസ് 30 ഡിഗ്രിയാണ് നമ്മുടെ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി ഇവിടെ കാണാൻ എന്താ ഉള്ളത്? ഇവിടെ നമുക്ക് കാണാൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെ ഇൻറ്റു ഇത് എത്ര ആവറേജ് വരാം? 80 പ്ലസ് 60 എത്ര വരും? 140/2 ദാറ്റ് ഇസ് 70 മൈനസ് 30 ഈക്വൽ ടു 80 മൈനസ് 60/10. ഇവിടെ നമുക്ക് കെൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. കെൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം ആണ് പറഞ്ഞത്. ഓക്കെ ഫൈൻ. ടൈം നമുക്ക്
നോക്കി മക്കളെ, ടൈം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു സമയം ഉണ്ടോ? സമയമല്ലല്ലോ ചോദിച്ചിട്ടുള്ളത്, 10 minutes ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് കാണാൻ ചോദിച്ചത് അടുത്ത 10 മിനിറ്റിലാണ്. അടുത്ത 10 മിനിറ്റിൽ 48, ശരിയാണ്, വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, 48 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കെ നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് ഇതേപോലെ നമ്മൾ അടുത്ത കേസ് എഴുതാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് കേസ്? നെക്സ്റ്റ് കേസ് നോക്കി, T1 minus T2 by T equal to K times T1 plus T2 divided by 2 minus T0 തന്നെ. അടുത്ത കേസിൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? നമ്മളിപ്പോൾ അവസാനം ചെന്ന് എത്തി നിൽക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 60 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ? അവസാനം ചെന്നെത്തുന്നത് 60 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ആ 60 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മുടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. 60 മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ, അത് നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 60 മൈനസ് ടി, ടി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഡിവൈഡഡ് ബൈ എത്ര സമയം എടുത്തു? 10 മിനിറ്റ്. രണ്ടാമത്തെ കേസിൽ 10 മിനിറ്റ് ആണ് സമയം, ബൈ 10 minutes ഈക്വൽ ടു കെ. നമ്മൾ ഇവിടുന്ന് സോൾവ് ചെയ്യുന്നു, ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓർ നമുക്കിപ്പോൾ ഡയറക്ട്ലി കെ ആയിട്ട് നമുക്ക് എഴുതാം, ഈക്വൽ ടു വിത്തിൻ ദ ബ്രാക്കറ്റ് എത്ര വരിക? 60 പ്ലസ് ടി ഡിവൈഡഡ് ബൈ എത്ര സമയം? ആവറേജ് ആണ്, ബൈ 2 മൈനസ് എത്രയാണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ? 30 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു. ഓക്കെ, സോ നമ്മുടെ ഈ രണ്ട് കേസ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് നോക്കി, ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് കെൻ്റെ വാല്യൂ സോൾവ് ചെയ്തിട്ട് എത്ര കിട്ടുക? 80 മൈനസ് 60, ദാറ്റ് ഈസ് 20. 2 ഈക്വൽ ടു കെ ഇൻടു എത്ര വരും? 40. സോ കെൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2/40, എത്ര വരിക? 1/20. ആ 1/20 ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടും. ബാക്കി എല്ലാം നമുക്കിവിടെ നോൺ ആണ്. ബാക്കി എല്ലാ വാല്യൂസും നമുക്കിവിടെ അറിയാം. ആകെ നമുക്കിവിടെ അറിയാത്തത് ആര് മാത്രമേ ഉള്ളൂ? ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. സോ ഫൈനലി നമുക്ക് കിട്ടും, സോൾവ് ചെയ്യുമ്പോൾ മക്കളെ സോൾവ് ചെയ്യണേ, ഫൈനലി വിൽ ഗെറ്റ് 48 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഫൈൻ. ഓക്കെ, അപ്പോൾ നാം നോക്കിയേ, എന്താ നമ്മൾ പറഞ്ഞത്? ഒന്ന്, ടെമ്പറേച്ചർ ഓഫ് ദി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ശ്രദ്ധിക്കണം. ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതണം. T1 മൈനസ് T2 ഡിവൈഡ് ബൈ T ഈക്വൽ ടു 2016 2019 ഓൾട്ടർനേറ്റീവ് ഒരു 2-3 വർഷത്തെ ഗ്യാപ്പിലൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ T1 ആരാണ്, T2 ആരാണ് എന്ന് ശ്രദ്ധിക്കുക. T1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ്, T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ ആണ്. ബൈ ടൈം, ഇവിടെ നിന്നുള്ള ഡിനോമിനേറ്ററിലെ ടി എന്ന് പറഞ്ഞാൽ സമയമാണ്, കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, ആൻഡ് ഇത് അതിൻ്റെ ആവറേജ് T0 എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് 2 പാർട്സ് ഓഫ് ദ ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്, അത് വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. റേഡിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. നോക്കാം നമുക്ക്. നോക്കി, 2 metal spheres having radii r and 2r and they emit thermal radiation with the maximum intensities at the wavelength lambda and 2 lambda respectively. The respective ratio of the radiant energy emitted by them per second will be. എന്താ പറഞ്ഞിട്ടുള്ളത്? 2 മെറ്റൽ സ്പിയേഴ്സ് ഉണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ മക്കളെ? പറയണേ. നേരത്തെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആൻഡ് ഫോർമുലാസ് ക്ലിയർ ആണെങ്കിൽ പറയണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ റേഡിയേഷനിലോട്ട് പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഫൈൻ. 2 മെറ്റൽ സ്പിയേഴ്സ് ഹാവിങ് ദ റേഡിയൈ ആറും 2r മെറ്റൽ സ്പിയേഴ്സിൻ്റെ റേഡിയൈ എന്ന് പറഞ്ഞാൽ അവർ എമിറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ ഇൻറ്റൻസിറ്റി ഉള്ളത് ലാംഡ, അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡയും 2 ലാംഡയുമാണ് അവരുടെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അവർ എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ റേഷ്യോ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എനർജിയുടെ റേഷ്യോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ബൈ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. എന്താ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലാംഡ. Temperature of the body that is emitting the radiation is inversely proportional to lambda. ഇതാണ് നമ്മുടെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറഞ്ഞാൽ. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഓക്കെ, വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഫൈൻ. ഇനിതാ
അപ്പോൾ നമുക്കറിയാം രണ്ട് വേവ് ലെങ്ത് ആണ് തമ്മിലുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1/T2 is equal to എന്താവും നമ്മുടെ കയ്യിൽ λ2/λ1 ആണെന്നറിയാം. λ2 എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 2 ലാംഡയാണ്. ആൻഡ് λ1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലാംഡയാണ്. സോ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ സിംപ്ലി 2 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ റേഷ്യോ അല്ല, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് H1/H2 ആണ്. ഓക്കെ, H1/H2 സ്റ്റീഫൻസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണ്. ഓക്കെ, H1/H2 എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചിൻ്റെ ഫോർമുല, വാട്ട് ഇസ് സ്റ്റീഫൻസ് ഫോർമുല? ഹീറ്റിൻ്റെ ഫോർമുല എന്താണ്? ശ്രദ്ധിക്കണേ മക്കളെ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, റേറ്റ് ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് ഏരിയ. ചോദ്യം എന്താ? എനർജി എമിറ്റഡ് എന്നേ ചോദ്യമുള്ളൂ, അല്ലാതെ എനർജി പെർ യൂണിറ്റ് ഏരിയ എന്നില്ല. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന വേർഡുകൾ ശ്രദ്ധിക്കണേ. എനർജി എമിറ്റഡ് എന്നേ ക്വസ്റ്റ്യനിലുള്ളൂ, അല്ലാതെ എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് ക്വസ്റ്റ്യനിൽ ഇല്ല. അതിൻ്റെ രണ്ടിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന സ്റ്റീഫൻസ് ലോന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, സ്റ്റീഫൻസ് ലോ പറയുന്നത് എന്താണ്? എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ദി ടെമ്പറേച്ചർ. ഓക്കെ, എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്, ഐ മീൻ ഡെഫിനിഷനിലുള്ളത്. H/A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁴. ഇതാണ് നമ്മുടെ സ്റ്റീഫൻസ് ലോ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എനർജി എമിറ്റഡ് മാത്രമേ ഉള്ളൂ, അവിടെ അവർ ഏരിയ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇവിടെ നിന്ന് നമുക്ക് ഹീറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റിൻ്റെ ഫോർമുല വിൽ ബി സ്റ്റീഫൻസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് സിഗ്മ A T⁴ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് H1/H2 ആണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് കട്ടായി പോയി. A1/A2 T⁴/T⁴. ഇനിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനിതാ റേഡിയസ് തന്നിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ 6, പിന്നത്തെ 2r. അപ്പോൾ ഇതിൻ്റെ ഏരിയ, സ്പിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. സോ ഇറ്റ് ഇസ് ഹാവ് ടു ബി മൾട്ടിപ്ലൈ വിത്ത് ദ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ r² വരും, ഇവിടെ 2r സ്ക്വയർ, ദാറ്റ് ഇസ് 4r² വരും. ആൻഡ് ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാരാ? ടെമ്പറേച്ചർ T1/T2 എന്ന് പറഞ്ഞാൽ 2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ T1 2/1ൻ്റെ ⁴ പവർ. സോ ഇവിടെ r പോയി. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്? ഇവിടെ ഒരു 4, ഇവിടെ 2 × 2 4, 4 × 2 8, 8 × 2 16. സോ 16/4, ദാറ്റ് ഇസ് 4:1 ആണ് ആൻസർ. സോ H1:H2 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ആൻസർ? 4:1 ആണ് ആൻസർ. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. നോക്കിയേ മക്കളെ, ക്ലിയർ ആണോ എന്ന് നോക്കിയേ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 16:1, 16:1 ആണോ? മൈ റീൽസ് വേൾഡ് ആണോ? നോക്കി 16:1 ആണോ? നോക്കി ഇവിടെ എങ്ങനെ നോക്കി? 2 ⁴ എത്രയാ? 2 × 2 × 2 × 2 ഡിവൈഡഡ് ബൈ താഴെ എത്രയാ? 4 പോയില്ലേ? 4:1 അല്ലേ? നോക്കിയേ, ക്ലിയർ ആണോ മോനെ? ഓക്കെ, തെറ്റിക്കരുതേ, കാരണം 16:1 അവിടെ ഉണ്ട്, ഓപ്ഷനിലുണ്ട്. ക്ലിയർ ആണെങ്കിൽ പറയണേ എല്ലാവരും. സഫ്വാൻ മോനെ, 3rd ഓപ്ഷൻ ആണോ കിട്ടിയ? ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ വരിക? ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിയേ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പം അത് ഇങ്ങനത്തെ മിസ്റ്റേക്സ് എല്ലാം കെയർലെസ് ആയി വരുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ, കാരണം വെച്ചാൽ ഞാൻ നമ്മളോട് ഓൾറെഡി പറഞ്ഞിരുന്നു എന്ത്, ലൈക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ റേഷ്യോ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ലോസ് ഓഫ് മോഷനിലും നമുക്ക് ഈ ഇമാതിരി 1:2 2:1 എന്ന് പറഞ്ഞൊരു റേഷ്യോയിൽ നമുക്ക് വരാം. ഓക്കെ, സോ റേഷ്യോ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ക്ലിയർ ആണ്. ഫൈൻ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. നീറ്റിൻ്റെ ഒരു വൺ ഓഫ് ദി വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം നമുക്ക്. ഈ പാറ്റേൺ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തതും. കലോറിമെട്രി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ മക്കളെ? ഓക്കെ, 50 gram ഓഫ് ഐസ് 0 degree സെൽഷ്യസിലുണ്ട്, ഡ്രോപ്ഡ് ഇൻ ടു എ കലോറിമീറ്റർ ഓഫ് 100 gram ഓഫ് വാട്ടർ അറ്റ് 30 degree സെൽഷ്യസ്.
Thermal capacity of the calorimeter is 0. Then the amount of ice left in the mixture is. Okay, wonderful question ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. നോക്കാം ക്വസ്റ്റ്യൻ എന്താ നോക്കി. പറയാമോ എങ്ങനെയാ ക്വസ്റ്റ്യൻ? 50 gram ഐസ് ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. അവിടെ 100 gram വാട്ടർ ആണ്, 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദ്യം എന്താണ്? ചോദ്യം എത്ര ഇക്വിലിബ്രിയത്തിലായാൽ, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും ഒന്നും യാതൊരു മാറ്റമൊന്നുമില്ല, ഒരൊറ്റ ടെമ്പറേച്ചറായി നിൽക്കുന്ന, ദർ ഇസ് നോ ചേഞ്ചസ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഒരു ചേഞ്ചും നടക്കില്ല, അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ അതിൻ്റെ എത്ര ഐസ് ബാക്കിയുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ ചെയ്യാം മക്കളെ, ഒന്ന് പറഞ്ഞേ എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുക ഒന്ന് പറയാമോ എങ്ങനെ ചെയ്യാന്ന്? ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ആരാണ് ഹീറ്റ് കൊടുക്കുന്നത് എന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഹീറ്റ് ഗിവൺ ആരാ കൊടുക്കുക? എപ്പോഴും ശ്രദ്ധിക്കണേ മക്കളെ, ഹീറ്റ് ഗിവൺ ആരാ ഹീറ്റ് കൊടുക്കുക? ഹയർ ടെമ്പറേച്ചർ ആണ് എപ്പോഴും ഹീറ്റ് കൊടുക്കുക അല്ലേ? ഹീറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹയർ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹയർ ടെമ്പറേച്ചർ. ആ 30 ഡിഗ്രി സെൽഷ്യസ് എവിടെ എത്തും? താഴെ 0 ഡിഗ്രി സെൽഷ്യസ് ഓഫ് വാട്ടറിലെത്തും. അത്രേ നടക്കൂ. ഫൈൻ. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് കൊടുക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത് എവിടെ എത്തും? 0 ഡിഗ്രി സെൽഷ്യസ് ഓഫ് വാട്ടറായിട്ട് മാറും. ഓക്കെ, ഫൈൻ, വാട്ടറായിട്ട് മാറും. ഹീറ്റ് ഫ്രം ദി ഐസ്, ഹീറ്റ് ഫ്രം ദി ഐസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? വളരെ കൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയിരിക്കാം. കൊടുക്കുക ആരാ? എപ്പോഴും കൊടുക്കുന്നത് ആരാ? ഹൈ ടെമ്പറേച്ചർ ആണ് കൊടുക്കുക. ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കാം, വാട്ടറിനാണ്. അപ്പോൾ അവൻ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ കുറയും, കുറഞ്ഞു എവിടെ എത്തും? 0 ഡിഗ്രിയിലെത്തും. ഇനി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ആരാ? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുക ലോ ടെമ്പറേച്ചർ ആണ്. ചെറിയ ടെമ്പറേച്ചറുള്ള ആളുകളാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ചെറിയ ടെമ്പറേച്ചറുള്ളത് ആരാ ഇവിടെ മക്കളെ? പറ. ഐസാണ്. അപ്പോൾ 0 ഡിഗ്രി ഐസ് ഹീറ്റ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എടോ ഐസ് ചൂടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 0 ഡിഗ്രി ആദ്യം വാട്ടറായിട്ട് മാറും. പിന്നെയോ 0 ഡിഗ്രി വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടും. എത്ര? ഇതൊക്കെ ഇവിടെ നടക്കോ ഇല്ലെന്നൊക്കെ വേറെ ചോദ്യമാണ്. ബട്ട് ദിസ് ഇസ് എ പോസിബിലിറ്റി അല്ലേ? ഇതാണ് നടക്കാൻ പോസിബിൾ ചാൻസ് ഉള്ള കാര്യങ്ങൾ. 0 ഡിഗ്രി ഐസ് ആദ്യം 0 ഡിഗ്രി വാട്ടർ ആകും, പിന്നെ 0 ഡിഗ്രി വാട്ടർ പിന്നെ എന്താകും? ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ആദ്യം നമുക്ക് എത്രയുണ്ട് നമ്മളിൽ ഹീറ്റ് എത്രയുണ്ട് നോക്കാം. ഓക്കെ, എ എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലെറ്റ്സ് കാൽക്കുലേറ്റ് എ. ഹീറ്റ് കൊടുക്കുന്ന എത്രയാണ്? കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ MS ഡെൽറ്റ ടി. അപ്പോൾ എം നമുക്കറിയാം 100 ആണെന്ന്, എസ് നമുക്കറിയാം 1 ആണ്, ടെമ്പറേച്ചർ 30 - 0 അല്ലേ? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 30ൽ നിന്ന് 0ലെത്തി. 30 എത്ര കിട്ടും മക്കളെ? നമുക്ക് 3000 കാലറി കിട്ടും. ഓക്കെ, 3000 കാലറി കിട്ടുമെന്നല്ല, 3000 കാലറിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഫൈൻ. ഇനി നമുക്ക് വാങ്ങാനുള്ളത് ബി കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര നമുക്ക് വേണമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വാട്ടറായിട്ട് മാറാൻ കൂടാൻ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എനിക്ക് വേണം? ലെറ്റ്സ് കാൽക്കുലേറ്റ് ദാറ്റ്. സോ ഇറ്റ്സ് എ സെയിം എമൗണ്ട്, ദർ ഇസ് എ സെയിം ടെമ്പറേച്ചർ. സെയിം ടെമ്പറേച്ചർ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മക്കളെ, ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കാം? പറഞ്ഞേ, ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കാം? Q is equal to ML. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് അല്ലേ? യെസ്. അപ്പോൾ പറഞ്ഞേ എത്രയാ? M എത്രയാ? 100 ആണ്. L എത്രയാ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാണ്? നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എത്രയാ മക്കളെ? പറ. ഇറ്റ് ഈസ് 80 അല്ലേ? 80 ആണ്. ഫൈൻ, വണ്ടർഫുൾ. ML ആണ്. വെരി ഗുഡ്. സോ വെരി ഗുഡ്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. ബിക്കോസ് സാധാരണ ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാറുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ഗെറ്റിംഗ് റെസ്പോൺസസ്. ദാറ്റ് മീൻസ് നമ്മൾ കുറച്ചെങ്കിലും പേര്, ഒരാളല്ല, ദർ ആർ ഫ്യൂ സ്റ്റുഡൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഫൈൻ. അപ്പോൾ നമുക്ക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് 50 ആണോ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് 50 ആണോ മക്കളെ? അല്ലല്ലോ,
50 gram ഇത് എമൗണ്ട് ആണ്. നോക്കിയേ എല്ലിൻ്റെ വാല്യൂ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ 80 ആണ്. ദാ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇനീഷ്യലി ചെയ്ത ക്വസ്റ്റ്യൻ അത് അവർ തന്നിട്ടുണ്ടായിരുന്നു. നോക്കിയേ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ 80 calorie per gram ആണ്. ഓക്കെ യെസ് 80 മാസ് ആണ്. യെസ് സഫാൻ ഓക്കെ 80 മാസ് ആണ്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് മാസ് അല്ല, നമുക്കിവിടെ വേണ്ടത് എന്താണ്? നമുക്കിവിടെ വേണ്ടത് ജസ്റ്റ് അതിൻ്റെ ലേറ്റന്റ് ഹീറ്റ് ആണ്. ഓക്കെ അപ്പോൾ എനിക്ക് എന്താ 8000 കാലറിയാണ്. ശ്രദ്ധിക്കണം മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോകണം. 8000 കാലറിയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നവർ കാണുന്നവരൊന്ന് പറഞ്ഞേ എന്താ സംഭവിക്കുക? എനിക്ക് വേണ്ടത് 8000 ആണ് വേണ്ടത്. എൻ്റെ കയ്യിലുള്ളത് 3000 ആണ്. കയ്യിൽ ഉള്ളത് 3000 ആണ്. എന്ത് സംഭവിക്കും ഒന്ന് പറഞ്ഞ മക്കളെ, എന്താണ് സംഭവിക്കുക? ദിസ് ഇസ് ഫോർ 0 degree ice to 0 degree water. This is for 30 degree water to 0 degree water. എന്താ സംഭവിക്കുക? ക്യാൻ യു പ്ലീസ് പുട്ട് ഇൻ ദ കമന്റ് ബോക്സ്? കമന്റ് ബോക്സ് പറയാമോ എന്താ നടക്കുകയെന്ന്? പറയാമോ മക്കളെ? എന്താണ് സംഭവിക്കുക പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് പറ. 0 degree ഐസ് 0 degree വാട്ടർ ആയിട്ട് മാറൂല, ഫുള്ള് ഐസും മെൽറ്റ് ആവൂല. കാരണം എന്താ? കാരണം വേറൊന്നുമല്ല, എനിക്ക് 0 degree ഐസ് 0 degree വാട്ടർ ആയിട്ട് മാറാൻ എനിക്ക് 8000 കാലറി എനർജി വേണം. പക്ഷേ കൊടുക്കാനുള്ള ആളാരാ? അപ്പുറത്ത് നിൽക്കുന്ന 30 degree വാട്ടറാണ്. അപ്പുറത്ത് നിൽക്കുന്ന 30 degree വാട്ടറിന് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 3000 കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു 8000 രൂപ വേണം വിചാരിക്കി. 8000 രൂപ വേണം എൻ്റെ കടം മാറ്റാൻ. ഓക്കെ എനിക്ക് ബാങ്കിലല്ല, എനിക്ക് ഒരാൾക്ക് മാസം 50 ആണ്. മാസത്തിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല. മാസത്തിൽ ഓക്കെ ഫൈൻ മാസമാണല്ലേ 50. ഓ മൈ ഗോഡ് താങ്ക് യു. മാസമാണ് നമ്മൾ 50 കൊടുത്തു. ഓക്കെ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് മൈ ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ 80 into 40 ആണ് വരും അല്ലേ? ഓ എനിക്കിപ്പോഴാട്ടോ മാസ്, എനിക്കിപ്പോഴാണ് മാസ് 50. ഓക്കെ ഞാനിപ്പോഴും മാസ്, നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 മാസ് 100 ആയിരുന്നു. ഓക്കെ ഇപ്പോഴാണ് ഞാൻ മാസ് 50 gram ആണ് കാണുന്നത്. ഓക്കെ താങ്ക് യു ഷെറിൻ. സഫാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? ഫൈൻ. ഓക്കെ സോ 80 into 5 എത്രയാ? സ്റ്റിൽ 4000 ആണ്. ഇപ്പോഴും നമ്മൾ ചെയ്തതിൽ വേറെ കുഴപ്പങ്ങൾ യാതുമില്ല. ആ ഒരു യെസ് ശരിയാണ്. നോക്കിക്കോ മക്കളെ, നമുക്ക് ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ് വഹിച്ചത്? ഞാൻ മാസ് എടുത്തത് 100 gram ആയിരുന്നു. അതെൻ്റെ മനസ്സിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും പിന്നെ ഇപ്പോഴും 100 gram വന്നപ്പോഴാണ് 100 gram വന്നത്. ഫൈൻ. അപ്പോൾ ദാ പിന്നെയാണ് 50 gram വന്നത്. അപ്പോൾ 40,000 ആണ് എനിക്ക് വേണ്ടത്. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 3000 ആണ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഐസ് എന്താവൂല, മെൽറ്റ് ആവൂല. ഓക്കെ അപ്പോൾ മെൽറ്റ് ആവുക എത്രയാ? 3000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസ് മെൽറ്റ് ആവൂ. 3000. വണ്ടർഫുൾ, വെരി ഗുഡ് സഫ്വാൻ. ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ 3000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസേ മെൽറ്റ് ആവൂ. 4000 വേണം ഫുൾ ഐസും മെൽറ്റ് ആവാൻ. പക്ഷെ 4000 എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. എൻ്റെ കയ്യിൽ കൊടുക്കാൻ എത്രയേ ഉള്ളൂ? 3000 ഉള്ളൂ. അപ്പോൾ 3000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസ് മെൽറ്റ് ആവുള്ളൂ. സോ എനിക്ക് ഐസ് മെൽറ്റിൻ്റെ ഇക്വേഷൻ എനിക്കറിയാം. Q is equal to ml ആണ്. Q എത്രയാ? Q എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത് 3000 ആണ്. ഈക്വൽ ടു മാസ് ഓഫ് ദി ഐസ് എത്രയാ? 50 ആണ്. ഇൻറ്റു L ലേറ്റന്റ് ഹീറ്റ് ഓഫ് മാസ് ആണ് എന്ത് എനിക്ക് കാണേണ്ടത്. ഓക്കെ എത്ര എമൗണ്ട് ഓഫ് ഐസ് ആണ് മെൽറ്റ് ആവുക എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് എത്രയാ? 80 ആണ്. സോ ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ M is equal to M എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന മാസ്, ഈ എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന മാസ്. സോ ദ ആൻസർ എത്രയാണ്? M is equal to 3000 by 80 എനിക്ക് കിട്ടും 37.5 gram. 37.5 gram ഓഫ് ഐസ് എന്തായി? ഐസ് മെൽറ്റ് ആയി. ഓക്കെ ഐസ് മെൽറ്റ് ആയി.
അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എത്രയാണ്? 50 gram ആണ്. ആകെ ഉണ്ടായിരുന്ന 50 ഗ്രാമിൽ നിന്ന് 3000 കാലറി ഹീറ്റ് കൊടുത്തപ്പോൾ എന്തായി? 37.5 gram ഐസ് മെൽട്ടായി. സോ റിമൈനിങ് എത്ര വരും മക്കളെ പറഞ്ഞേ? റിമൈനിങ് 50 മൈനസ് 37.5 gram ആണ് ബാക്കി എന്തായിട്ടുണ്ടാവുക? ഐസ് ആയിട്ടുണ്ടാവുക. സോ 12.5 gram ഐസ് ബാക്കി പാത്രത്തിൽ ഉണ്ടാകും. ഈസ് ദ കൺസെപ്റ്റ് ക്ലിയർ? മക്കളെ കൺസെപ്റ്റ് ക്ലിയർ ആണോ ഒന്ന് പറയണേ. എന്താ ഉണ്ടായത്? നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനുശേഷം ഞാൻ നിങ്ങളുടെ അതേ പാറ്റേണിൽ വന്നൊരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഇതൊരു വേറെ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയുന്നത് കലോറിമെട്രിക് കൺസെപ്റ്റ് തീ സാധനമാണ്. സോ ഇതെന്താ നമ്മളിൽ ഉണ്ടായത്? നമുക്ക് പറയണേ മക്കളെ, കൺസെപ്റ്റ് ക്ലിയർ ആണോ ഇല്ലേ എന്ന് പറയണേ. നമ്മുടെ കയ്യിൽ 3000 ക്ലിയർ ആണ്, വണ്ടർഫുൾ. ഓക്കെ, 3000 കാലറി ഹീറ്റ് ആണ് എൻ്റെ കയ്യിൽ 30 ഡിഗ്രി വാട്ടർ 0 ഡിഗ്രിയിലേക്ക് ചെന്ന് എത്തുമ്പോൾ കൊടുക്കാൻ കഴിയുന്ന മാക്സിമം ഹീറ്റ്. ഇനി വാങ്ങാനുള്ള ആളാരാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വാങ്ങാനുള്ളത്. ഓക്കെ, വാങ്ങാനുള്ള ആള് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് അവൻ ചെന്നെത്തുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വെള്ളമായി മാറും. ആ വെള്ളമായി മാറുമ്പോൾ 4000 വേണം, പക്ഷെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ 3000 ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? 3000-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസേ മെൽറ്റ് ആവും. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. Q is equal to ml. m ആണ് നമുക്ക് ആകെ അറിയാത്തത്. സോ m നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. m എന്ന് പറഞ്ഞാൽ 37.5 gram എന്ന് പറഞ്ഞാൽ 3000 കാലറി ഹീറ്റ് നമ്മൾ കൊടുത്താൽ 37.5 gram ഐസേ മെൽറ്റ് ആകൂ. ഓക്കെ, അപ്പോൾ 37.5 gram ഐസ് മെൽറ്റ് ആയാൽ ബാക്കി എത്രയുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ബാക്കി എന്താണ് ക്വസ്റ്റ്യൻ? ബാക്കി 12.5. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ മക്കളെ, നേരത്തെ ഞാൻ ചോദിച്ച അതേ പാറ്റേണിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ? പറയാമോ? ഈ ഒരു ബീക്കർ ഉണ്ട് കഴിഞ്ഞിട്ടോ, ഈ ഒരു ടോപ്പിക് കൂടി നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. വി ആർ മൂവിങ് ഓൺ ടു തെർമോഡൈനാമിക്സ്. ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ എത്രയാണ്? ഈ ഒരു കണ്ടെയ്നറിൻ്റെ, ഈ ഒരു കലോറിമെട്രിയുടെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ് ഒന്ന് പറയാമോ മക്കളെ? ക്യാൻ യു പ്ലീസ് put it in the comment box. എത്രയാണ് ഇതിലെ ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? എത്ര വരും? ആരെങ്കിലും? എനിവൺ? എത്രയാ പറയണേ. ഐ നോ ദർ ഇസ് എ ഫ്യൂ സെക്കൻഡ്സ് ലാഗ് ഉണ്ട്. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം എത്രയാണ് ഫൈനൽ ടെമ്പറേച്ചർ എന്ന്. ആക്ച്വലി ഇത് ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ആണ്. കാരണം എന്താ? എൻ്റെ ഐസ് ഫുള്ള് മെൽറ്റ് ആയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഐസ് ഫുള്ള് മെൽറ്റ് ആയില്ലെങ്കിൽ ഐസിൻ്റെ ടെമ്പറേച്ചർ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. സോ ദ ആൻസർ ഇസ് 0. ഫൈൻ. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എന്താണ്? തെർമോഡൈനാമിക്സ് ആണ്. സോ തെർമോഡൈനാമിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ക്ലിയർ ആണോ മക്കളെ? പറയണേ, ക്ലിയർ ആണോ കൺസെപ്റ്റ്? ഓക്കെ ഫൈൻ. തെർമോഡൈനാമിക്സിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, തെർമോഡൈനാമിക്സിനെ കുറിച്ചൊരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി തെർമോഡൈനാമിക്സ് നമുക്ക് ഫസ്റ്റ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? തുടങ്ങേണ്ടത് നമുക്ക് ആദ്യം ഫസ്റ്റ് ലോ, 0th ലോ. ക്ലിയർ ആണ്? ഫൈൻ. അപ്പോൾ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് കേട്ടോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, കൈനറ്റിക് തിയറി കുറേ കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാനുള്ള സാധനങ്ങളാണ്. സോ കൈനറ്റിക് തിയറി എത്തുമ്പോൾ ഞാൻ ജസ്റ്റ് ഐ ഗിവ് യു സർട്ടൻ ഫോർമുലാസ് ആൻഡ് ഓൾ. സോ അത് നമ്മൾ പഠിച്ച് റീൽസ് വേൾഡ് ഫൈൻ ക്ലിയർ ആണ്. ഓക്കെ, സോ തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ ഫൈൻ. സഫ്വാൻ നോക്കിക്കോ, നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിലെ നമ്മൾ മെയിൻ ടോപ്പിക്സിൻ്റെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു മെയിൻ ടോപ്പിക്സ്? നമ്മൾ ഒന്നുകൂടെ പറയാം. തെർമൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെയായിരുന്നു മെയിൻ ടോപ്പിക്സ്? ഒന്ന് കൺവേർഷൻ ആണ്. കൺവേർഷൻ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് ഏതായിരുന്നു? ലൈക്ക് ലീനിയർ എക്സ്പാൻഷൻ്റെ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിലുള്ള സമയമാറ്റമായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്തത് കലോറിമെട്രീൻ്റെ 3 ക്വസ്റ്റ്യൻ നമ്മൾ കലോറിമെട്രീനെ ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് റേഡിയേഷനിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ എന്നത് ഏതാണ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, 5th one. സോ ഈ ടോപ്പിക്സ് ആണ്. ഇത്രയേ ഉള്ളൂ തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ചില ടോപ്പിക്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു. സോ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നൗ ലെറ്റ്സ് ഗോ ടു ദ തെർമോഡൈനാമിക്സ്.
തെർമൽ പ്രോപ്പർട്ടീനേക്കാളും പേഴ്സണലി വളരെ ഈസി ആയ ചാപ്റ്ററാണ്. തെർമൽ പ്രോപ്പർട്ടീസ് ആണ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ഹാർഡർ. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് തെർമോഡൈനാമിക്സ്. കൈനറ്റിക് തിയറി ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, കൈനറ്റിക് തിയറി കുറേ ബൈ ഹാർട്ട് ചെയ്യാനുള്ളത്, അങ്ങോട്ട് മിണ്ടുങ്ങുക ചാപ്റ്റർ. ഓക്കെ, ചില സാധനങ്ങൾ മനസ്സിലാക്കുക, ദെൻ ബൈ ഹാർട്ട് ഇറ്റ്, ദെൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, അതാണ് 0 ഡിഗ്രി ഹാല. ഫൈൻ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് തെർമോഡൈനാമിക്സ്. ആദ്യം നമ്മൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കണം. 0th ലോ ഒന്നുമില്ല, ടെമ്പറേച്ചർ ആണ് 0th ലോ നമുക്ക് എടുക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റിൻ്റെ റിലേറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് തെർമോഡൈനാമിക്സ് വരുന്നത്. സോ കുറേ ടേംസ്, സ്പെസിഫിക് ഹീറ്റ്, അങ്ങനത്തെ കുറച്ച് ടെമ്പറേച്ചർ, എനർജി എന്ന് പറയുന്ന ടേംസ് ഒക്കെ നമുക്ക് തെർമോഡൈനാമിക്സിലും കിട്ടും. സോ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഞാൻ പറഞ്ഞു. Then comes different types of process like isobaric, isochoric, adiabatic, isothermal process പഠിക്കണം. അതിൻ്റെ ഇൻഡിക്കേറ്റർ ഗ്രാഫ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം, പ്രഷർ വേഴ്സസ് വോളിയത്തിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിക്കണം. അവിടെ നിന്ന് നമ്മൾക്ക് പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ഗ്രാഫ് തന്നിട്ട് നമുക്ക് വർക്ക് കാണാൻ ചോദിക്കാം ക്വസ്റ്റ്യനിൽ. സോ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണം. Then comes the ഹീറ്റ് എഞ്ചിൻ ഓർ ദി കാർനോട്ട് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ അപ്പോൾ അഡിയബാറ്റിക് ഓരോ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ മക്കളെ അവിടെയുള്ള വർക്ക് ഡൺ പഠിക്കണേ. ഓക്കെ, ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? അഡിയബാറ്റിക്കിന് 3 ഇക്വേഷൻ ഉണ്ട്. പി വി റേസ് ടു ഗാമ, പി ടി റേസ് ടു ഗാമ -1, പി റേസ് ടു 1 - ഗാമ, ടി റേസ് ടു ഗാമ. ഇങ്ങനെയുള്ള 3 ഇക്വേഷൻ ഉണ്ട്. 3 ഇക്വേഷനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ വരുന്നതാണ് കാർനോട്ട് എഞ്ചിൻ ഓർ ഹീറ്റ് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിനും ഹീറ്റ് എഞ്ചിനും ഓൾമോസ്റ്റ് സിമിലർ ഫംഗ്ഷൻ ആണ്. അത് ഹയർ എമൗണ്ട് ഓഫ് ഹീറ്റ് എടുക്കുന്നു, Q1 എടുക്കുന്നു, ശേഷം വർക്ക് ചെയ്യുന്നു, പിന്നെ അത് Q2 ഇജക്ട് ചെയ്യുന്നു. അതിൻ്റെ എഫിഷ്യൻസി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് റെഫ്രിജറേറ്റർ. അവിടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതാണ് തെർമോഡൈനാമിക്സ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിനെ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമുക്ക് ഈ ഒരു ചെറിയൊരു ടൈം ബൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ശേഷം നമുക്ക് നേരെ കൈനറ്റിക് തിയറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. നമുക്ക് നോക്കിയ മക്കളെ, ഫോർ ആൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിലെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ പ്രഷർ ഇസ്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എന്തിനെ കുറിച്ച് റെസ്പെക്റ്റു ആണ്? ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് 0th ലോന് വിത്ത് റെസ്പെക്റ്റു ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സിനെ കുറിച്ചിട്ടും ഐസോതെർമൽ എന്താണ്, അഡിയബാറ്റിക് എന്താണ്, ഐസോകോറിക് എന്താണ്, ഐസോതെർമൽ എന്താണ്, ഇങ്ങനെ 4 പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽ തിയറി നമുക്കറിയണം. അഡിയബാറ്റിക്കിൻ്റെ ഫോർമുലയും നിങ്ങൾക്കറിയണം. ഓക്കെ, അഡിയബാറ്റിക്കിൻ്റെ ഫോർമുലയും നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഇവിടെ നോക്കി മക്കളെ, ആര് വിത്ത് റെസ്പെക്റ്റ് ആണ് ക്വസ്റ്റ്യൻ? അഡിയബാറ്റിക് എക്സ്പാൻഷൻ വിത്ത് റെസ്പെക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ചോദ്യം എന്താണ്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ പ്രഷർ. ഈ വേർഡ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ പ്രഷർ എന്ന് പറഞ്ഞാൽ, കാരണം ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, ഫ്രാക്ഷണൽ ചേഞ്ച്, പെർസെൻറ്റേജ് ഡിക്രീസ്, ലൈക്ക് റിലേറ്റീവ് ചേഞ്ച്. ഈ ഒരു വേർഡ് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ക്രൂഷ്യൽ സെൻറ്റൻസ് ഓർ വാട്ട് വി ക്യാൻ സേ ക്രൂഷ്യൽ ടേം ആണ് ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞാൽ ഡെൽറ്റ പി ബൈ പി, ഇതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം, ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയ അപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് പണി എന്താണെന്നറിയോ? ഓപ്ഷൻസ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച അപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻസ് എല്ലാം ആരെ വിത്ത് റെസ്പെക്റ്റ് ആണ്? വോള്യത്തിന് വിത്ത് റെസ്പെക്റ്റ് ആണ്. അപ്പോൾ പ്രഷറും വോള്യൂം കണക്ട് ചെയ്യണ അഡിയബാറ്റിക് ഇക്വേഷൻ നമുക്ക് അറിയണം. പി വി റേസ് ടു ഗാമ എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ പ്രഷറും വോള്യൂം തമ്മിലുള്ള ഇക്വേഷൻ. എവിടെ? ഇൻ അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സിൽ. അപ്പോൾ നമ്മളൊരു ചോദ്യം, ഇവിടെ നമുക്ക് പി നമുക്ക് എങ്ങനെ എഴുതാം? പി ഇസ് ഈക്വൽ ടു എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു ഗാമ -1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നേരെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി. ചോദ്യം എന്താണ്? ഡെൽറ്റ പി ബൈ പി ആണ്. ആൻസർ എന്താ വരിക? ബൈ ദ റൂൾ. എന്ത് റൂളാണ്? ബൈ ദ റിലേറ്റീവ് എറർ റൂൾ വെച്ച് നമുക്ക് എന്താ പറയുക? മൈനസ് ഗാമ ഡെൽറ്റ വി ബൈ വി, മൈനസ് ഗാമ ഡെൽറ്റ വി ബൈ വി ആണ് ആൻസർ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ദ 4th one is correct. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ക്ലിയർ ആണോ? ക്യാൻ യു പ്ലീസ് പുട്ട് ഇൻ ദ കമന്റ് ബോക്സ് കൊടുക്കണേ. ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് ഈ ഒരു റിലേഷൻ, പ്രഷർ ആൻഡ് വോള്യത്തിന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള റിലേഷൻ നമുക്ക് അറിയാം. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
നോക്കാം. വർക്ക് ഡൺ ഇൻ ദ സൈക്ലിക് പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓരോ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് അഡേബാറ്റിക് ആയിക്കോട്ടെ, ഐസോ തെർമൽ ആയിക്കോട്ടെ, ഐസോ ബാറിക് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഇൻ ദ സെൻസ് പ്രഷർ വേഴ്സസ് വോളിയത്തിൻ്റെ ഡയഗ്രാം തന്നിട്ട് അവിടെയുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ പ്രഷർ വേഴ്സസ് വോളിയം ആണെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ ഇക്വേഷൻ ആണ്. വർക്ക് എന്ന് പറയുന്നത് എന്താ, പി ഡെൽറ്റ വി. ഓക്കെ, ദിസ് ഇസ് ദ വർക്ക് ഡൺ. പ്രഷർ ഇൻ ടു ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ദിസ് ഇൻ ദ ഗ്രാഫ് നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ സീരീസ്, നമ്മൾ ബുള്ളറ്റ് സീരീസ് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് റൊട്ടേഷൻ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, എനി ഗ്രാഫ്, ഏതെങ്കിലും ഗ്രാഫ് നിങ്ങൾക്ക് തന്നാൽ അവിടെയുള്ള ക്വസ്റ്റ്യൻ ഗ്രാഫിന് വിത്ത് റെസ്പെക്ട് ടു ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. ഒന്ന്, സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആയിരിക്കാം. 50% ഓഫ് ദ ക്വസ്റ്റ്യൻ, 50% ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. അതർ 50% ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഓക്കെ, ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി, എനിക്ക് എന്താ കാണേണ്ടത്, പ്രഷർ ഡെൽറ്റ വി വർക്കാണ് കാണേണ്ടത്. അപ്പോൾ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന് വൈ ആക്സിന് പ്രോഡക്റ്റ് ആണ്. അപ്പം ഞാനിവിടെ കാണേണ്ടത് ആരാ, ഏരിയ അണ്ടർ ദി ഗ്രാഫ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പം ഞാൻ ഇതൊരു എന്താണ്, ഒരു ക്ലോസ്ഡ് സൈക്കിളാണ്. സോ ഏരിയ ഓഫ് ദിസ് സർക്കിൾ ആണ്. ഓക്കെ, അപ്പോൾ പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ആക്ച്വലി ഇവിടെ വേരിയബിൾ എന്തല്ല, ഒരു സെയിം റേഡിയസ് അല്ല. കാരണം ഇത്രയാണ് ഒരു റേഡിയസ് എന്ന് പറഞ്ഞാൽ, പിന്നത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ എനിക്ക് എന്തെഴുതാം, എനിക്കെഴുതാം പൈ, എനിക്കറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് എന്ത് എഴുതാം, ഏരിയ അണ്ടർ പി വി ഗ്രാഫ്. ദിസ് ഇസ് ദ വർക്ക് ഡൺ. നമുക്ക് അറിയാം ഏരിയ അണ്ടർ ദ പി വി ഗ്രാഫ് ആണ്. അപ്പോൾ ദാ ഏരിയ നമുക്ക് എന്ത് എഴുതാം, പൈ. ഓക്കെ, ദിസ് ഇസ് എന്ത് സൈക്കിളാണ്, ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് മീൻസ് ദാറ്റ് വി ഹാവ് ടു പുട്ട് ദ നെഗറ്റീവ്. Okay, that's the theoretical portion. Anti-clockwise ആണെങ്കിൽ it's work done will be negative. Work is done on the system ആണ്. ഫിസിക്സും കെമിസ്ട്രിയും തമ്മിൽ തെർമോഡൈനാമിക്സിൽ കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കണം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഫിസിക്സിൽ നെഗറ്റീവ് ആണ്, പക്ഷേ കെമിസ്ട്രിയിൽ ദാറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, തെർമോഡൈനാമിക്സിൽ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഫിസിക്സിൽ നെഗറ്റീവ് ആണ്, കെമിസ്ട്രിയിൽ പോസിറ്റീവ് ആണ്. അത് നോട്ട് ചെയ്യണേ മക്കളെ. അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നെഗറ്റീവ് ആകും. പൈ ഇൻറ്റു എത്രയാണ്, ആർ എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂ ആണ്, ഇത് ഇത്രയും വാല്യൂ ആണ് ആർ എന്ന് പറഞ്ഞാൽ. അത് എത്രയാണ്, ഇവിടെ നിന്ന് ഇവിടം വരെ P0, ഇവിടെ നിന്ന് ഇവിടം വരെ P. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 3P - P. എത്രയാ, 2P ഡിവൈഡ് ബൈ 2P0/2. എന്നാലാണ് എനിക്ക് എന്ത് കിട്ടുള്ളൂ, റേഡിയസ് കിട്ടുള്ളൂ. ഇൻറ്റു എനിക്ക് എന്ത് വേണം, ഒരു റേഡിയസും കൂടെ വേണം, ഈ റേഡിയസും കൂടെ. ഇവിടെ നിന്ന് വരെ എത്രയാ, 3V0. ഇവിടെ നിന്ന് വരെ എത്രയാ, 4. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 3 - V0. എത്രയാ, 2V0/2 ആണ് ഇതിൻ്റെ റേഡിയസ് ആയിട്ട് വരിക. സോ നമുക്കിവിടെ കൊടുക്കാം എന്ത്, 2V0/2. സോ കട്ടായി പോയി. സോ ദ ആൻസർ ഇസ് വാട്ട് മക്കളെ പറഞ്ഞേ, പൈ എന്ന് പറഞ്ഞാൽ എന്താ, -22/7 ഇൻറ്റു എന്ത് ഒരു ആൻസർ, P0 ഇൻറ്റു V0 ആണ് ആൻസർ വരിക. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? പറഞ്ഞേ, കാൽക്കുലേഷൻ പാർട്ട് ആൻഡ് ദ തിയററ്റിക്കൽ പാർട്ട് ക്ലിയർ ആണോ? പറയണേ മക്കളെ, പറയണേ ക്ലിയർ ആണോ അല്ലേ എന്ന് പറയണം. ഓക്കെ, കാൽക്കുലേഷൻ ക്ലിയർ ആണോ, തിയറി ക്ലിയർ ആണോ? ഗ്രാഫ് എടുത്തത് വൈ നെഗറ്റീവ് ആൻറ്റി ക്ലോക്ക് വൈസ്. നിഹാല, ഓക്കെ, വണ്ടർഫുൾ, വെരി ഗുഡ്. 3 ആണ്. ഓക്കെ, 3 ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ് ശ്രേയ, ക്ലിയർ ആണ്, ഫൈൻ. ദാ ക്വസ്റ്റ്യൻ നോക്കി മക്കളെ, നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ NCERTൻ്റെ ബാക്ക് എക്സസൈസിലുള്ള ഒരു മോഡലാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പല തവണ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ആണ്. വെരി സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. A perfect gas goes from state A to state B by absorbing 8 × 10⁵ joules absorbing. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യണേ. എയിൽ നിന്ന് ബിയിലോട്ട് പോയി. ഓക്കെ, absorbing 8 × 10⁵ joule and doing 6.5 joule of external work. Okay, if it is taken from the same initial state A to final state B, very important ആണ് ട്ടോ, in another process which absorbs 10⁵ joule of heat,
then in the second process work done is. Okay, it's a wonderful question. Okay, നമുക്ക് എന്താ question? A perfect gas goes from state A യിൽ നിന്ന് സ്റ്റേറ്റ് എയിൽ നിന്ന് സ്റ്റേറ്റ് ബിയിലോട്ട് നമ്മൾ പോകുന്നുണ്ട് ഒരു വഴി ഫസ്റ്റ് പ്രോസസ്. എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ക്യൂ എന്ന് പറഞ്ഞതാ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കറിയാവുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡും വർക്ക് ഡണ്ണും ലൈക്ക് ഇന്റേണൽ എനർജിയും എല്ലാം കണക്ട് ചെയ്യുന്ന നമുക്ക് ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതേതാണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്താ? ഡെൽറ്റ ക്യൂ ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. ഡെൽറ്റ യു എന്താ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. എന്താ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ? വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ആസ് പെർ ദ ഗിവൺ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ള വാരിയബിൾസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് കേസ് ഫസ്റ്റ് നമുക്ക് എ എന്ന് വിളിക്കാം. അപ്പോൾ ഫസ്റ്റിലെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ആണ് ഫസ്റ്റത്. നമുക്ക് ഇതാണ് 8 into 10 raised to 5 is equal to by doing of external work. Okay, അപ്പോൾ എക്സ്റ്റേണൽ വർക്ക് നമ്മൾ ചെയ്തു. എക്സ്റ്റേണൽ വർക്ക് നമ്മൾ വർക്ക് ഇസ് ഡൺ. ഓക്കെ, സോ നമ്മൾ ഡെൽറ്റ യു എന്താ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അത് നമുക്ക് ഫസ്റ്റ് കേസിൽ തന്നിട്ടില്ല. ഓക്കെ, പ്ലസ് ഡെൽറ്റ ഡബ്ല്യു നമുക്ക് തന്നിട്ടുണ്ട്. 6.5 into 10 raised to 5 ആണ് നമുക്ക് വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് അനദർ പ്രോസസ്. സി ദ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച മക്കളെ. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ സെയിം ഇനീഷ്യൽ സ്റ്റേറ്റ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലോട്ട് നമ്മൾ വേറൊരു പ്രോസസ്സിൽ കൊണ്ടുപോയി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് ആർ സെയിം, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ എൻ്റെ ഇന്റേണൽ എനർജി വിൽ ബി ഷുഡ് ബി സെയിം. നോട്ട് ചെയ്ത് വെക്കണേ, കാര്യം മറക്കരുത്. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ ദ ഇന്റേണൽ എനർജി ചേഞ്ച് ഷുഡ് ബി സെയിം ആയിരിക്കണം. രണ്ട് കേസിലും സെയിം ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ദ കേസ്, ദാറ്റ്സ് എ തിയറി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് കേസിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഡെൽറ്റ യുവിനെ കണ്ടുപിടിക്കാം. സോ ഡെൽറ്റ യു വിൽ ബി 8 minus 6.5. എത്ര കിട്ടും? 1.5 into 10 raised to 5 നമുക്ക് ഫസ്റ്റ് കേസിൽ നിന്ന് ഡെൽറ്റ യു കിട്ടി. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത്തെ കേസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡെൽറ്റ യു തന്നെയാണ് ഇവിടെയുള്ള ഡെൽറ്റ യു. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് സെയിം ആണ് മക്കളെ? നമ്മളെ ഇന്റേണൽ എനർജി സെയിം ആണ്. ഓക്കെ, നല്ല പിക്ചർ അല്ലേ? ഹായ്, നല്ലൊരു പിക്ചർ, റൈറ്റ്? നല്ലൊരു ഇമേജ് ആയിട്ടുണ്ട്. ഞാൻ അറിയാണ്ടായി പോയതാണ്. ഓക്കെ, ഫൈൻ. സോ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്താണ്? സെയിം ആണ്. ഓക്കെ, സോ നമുക്ക് കൊടുക്കുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഡെൽറ്റ യു സെയിം ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിൽ ഡെൽറ്റ യു നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് സെയിം ആണ്. സോ സെക്കൻഡ് കേസിൽ നമുക്ക് ഡെൽറ്റ ക്യൂ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 raised to 5 ആണെന്ന്. ഓക്കെ, സോ 10 raised to 5 നമ്മൾ എഴുതി. 10 raised to 5 is equal to, സോ അടുത്ത കേസിലെ ഡെൽറ്റ യു 1.5 into 10 raised to 5 പ്ലസ് ഓർ മൈനസ് എന്ന് പറയാൻ കഴിയണം വർക്ക് ഡൺ, മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വർക്ക് ഡൺ ആണ് നമ്മുടെ കാണേണ്ടത്. സോ ഡബ്ല്യു നമ്മൾ അങ്ങനെ തന്നെ എഴുതി. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2. നിഹാല ഷെറിൻ 2 ആണ്. വണ്ടർഫുൾ നിഹാല, വണ്ടർഫുൾ. എനിക്ക് എന്താ കിട്ടുക? 10 raised to 5 ഇവിടെ ഓൾറെഡി ഉണ്ട്. മൈനസ് 1.5 into 10 raised to 5. ഓക്കെ, മൈനസ് 1.5 into 10 raised to 5. സോ എത്ര ആൻസർ കിട്ടുക? 1 minus 1.5. ഇതെങ്ങനെ ചെയ്യാം മക്കളെ? 10 raised to 5 പുറത്തെടുക്കുക. 1 minus 1.5. സോ ദ ആൻസർ ഇസ് വാട്ട്? നെഗറ്റീവ് 0.5 into 10 raised to 5. ഇതാ 0.5 ഉള്ള രണ്ട് ഉത്തരമുണ്ട്. ഓക്കെ, സഫ്വാൻ, നിഹാല രണ്ടുപേരും കൊടുത്തിട്ടുള്ളത് രണ്ട് ഉത്തരമാണ്. എന്താ അതിൻ്റെ ആൻസർ എന്ന് ഞാൻ പറയാം. ഓക്കെ, അതിൻ്റെ ട്വിസ്റ്റ് ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല. എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, 0.5 ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇൻട്രൊഡക്ഷറി ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. ലൈക്ക് തെർമോഡൈനാമിക്സ് തുടങ്ങിയപ്പോഴും പിന്നെ ഇപ്പോഴും ലൈക്ക് ഫസ്റ്റ് ലോ കൊടുത്തപ്പോഴും ഫസ്റ്റ് ലോന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
കെമിസ്ട്രിയിലുള്ള സൈൻ കൺവെൻഷൻ അല്ല നമ്മൾ ഫിസിക്സിലെ തെർമോഡൈനാമിക്സിൽ കൊടുക്കുന്നത്. കെമിസ്ട്രിയിലുള്ള ഇന്റേണൽ എനർജി ചേഞ്ച് അല്ല ഫിസിക്സിലുള്ളത്. രണ്ടുപേരും ഉൾട്ടയാ. ഓക്കെ, ഹീറ്റ് അബ്സോർബ്ഡ് കെമിസ്ട്രിയിലെ ഇന്റേണൽ ചേഞ്ച് ഡിക്രീസ് ആണെങ്കിൽ ഫിസിക്സിൽ വരുമ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ഇന്റേണൽ എനർജി ഇൻക്രീസ് ആണ് ചെയ്യുക. അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ് ആണെങ്കിൽ ഫിസിക്സിലോട്ട് വരുമ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സോ ദ ആൻസർ ഷുഡ് ബി ബോക്സ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് കറക്റ്റ്. ക്ലിയർ ആണോ മക്കളെ? എനിക്ക് നെഗറ്റീവ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓൺ ദ ഗ്യാസ് എന്ന് പറഞ്ഞത്. കാരണം നെഗറ്റീവ് ഷോസ് കംപ്രഷൻ ആവുമ്പോൾ വോളിയം കുറയുമ്പോൾ വർക്ക് ഡൺ നെഗറ്റീവ് ആവും. ഞാൻ പറഞ്ഞു വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി. വോളിയം കുറഞ്ഞാൽ ഫൈനൽ വോളിയം വിൽ ബി ലെസ് ദാൻ ഇനീഷ്യൽ വോളിയം. അതല്ലേ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം കുറഞ്ഞു ദാൻ ഇനീഷ്യൽ വോളിയം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും? നെഗറ്റീവ് വരും. ക്ലിയർ ആണോ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? പറയണേ മക്കളെ, കൺസെപ്റ്റ് ക്ലിയർ ആണോ? വൈ ഓപ്ഷൻ ബി സഫ്വാൻ? ക്ലിയർ ആണോ? നിഹാല വണ്ടർഫുൾ. റീൽസ് വേൾഡ് ക്ലിയർ ആണോ മോനെ? ഈ നെഗറ്റീവ് ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദാ നോക്കിയേ മക്കളെ, ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ലൈക്ക് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കൺസെപ്റ്റ് വരുന്നത് ആക്ച്വലി തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്നാണ്. അത് നമുക്ക് എവിടെ വേണം? തെർമോഡൈനാമിക്സിലും വേണം, അടുത്ത ചാപ്റ്റർ കൈനറ്റിക് തിയറിയിലും വേണം. ഓക്കെ, സോ അതിനുപോലെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കി ക്വസ്റ്റ്യൻ. എ സർട്ടൻ എമൗണ്ട് ഓഫ് ഐഡിയൽ മോണോatomic ഗ്യാസ് നീഡ്സ് 20 joule of heat energy to raise its temperature by 10 degrees Celsius at constant pressure. Okay, the heat needed for the same temperature rise at the volume will be. Okay, clear ആണ്? Fine. Okay, എന്താ സംഭവം? A certain amount of ideal monoatomic gas. ഇവിടെ monoatomic diatomics ഏറും കളി കേട്ടോ. ഓക്കെ, ഞാൻ അഗെയിൻ മക്കളെ ഞാൻ ഫോർമുല എല്ലാത്തിൻ്റെയും ഫോർമുല ഞാൻ വേറെ പറയുന്നില്ല. ബിക്കോസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഫോർമുല ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ, ചാപ്റ്ററിൻ്റെ ഫുൾ ഫോർമുല ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അരമണിക്കൂർ പോകും. അത്രയും സമയം നമ്മുടെ കയ്യിലില്ല. സോ ഞാൻ പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, നീറ്റ് തെർമോഡൈനാമിക്സ് ഫോർമുല ചാർട്ട് അല്ലെങ്കിൽ ഫോർമുല എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ എല്ലാ ഫോർമുലയും കിട്ടും. അത് നമ്മുടെ കയ്യിൽ സെറ്റായിട്ട് വയ്ക്കുക, പഠിക്കുക, നമ്മൾ പുസ്തകത്തിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക. അപ്പോഴാണ് നമുക്ക് ഓർമ്മയിൽ കൂടുതൽ നേരം നിൽക്കുക. ഫൈൻ. ഞാൻ പറയുന്നത് CP/CVൻ്റെ ഒക്കെ ഫോർമുല ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഫോർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ മോണോatomic ഗ്യാസ്, ഡയാറ്റോമിക് ഗ്യാസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ എല്ലാം നമ്മൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഫോർമുല ബേസ് അതിനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ? certain amount of ideal monoatomic gas needs 20 joule of heat വേണം നമുക്ക്. എന്തിനാണ്? അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് 10 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണം. അങ്ങനെയാണെങ്കിൽ ദ ഹീറ്റ് റിക്വയർഡ് ഫോർ ദ സെയിം ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോള്യത്തിലുള്ള ഹീറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ളത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ഇൻ കോൺസ്റ്റന്റ് പ്രഷറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഹീറ്റ് റിക്വയർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ ഫോർമുല എഴുതാം. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു NCP ഡെൽറ്റ T. ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ ഫോർമുലയാണത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആസ് പെർ ദ ഗിവൺ വാല്യൂ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ആണ് തന്നിട്ടുണ്ട്. N നമ്പർ ഓഫ് മോൾസ് നമുക്ക് അങ്ങനെ തന്നെ ഇടാം. CP അങ്ങനെ തന്നെ ഇടാം. ഡെൽറ്റ T ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് ആസ് 10 ഡിഗ്രി. ചോദ്യം എന്താ? അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം. കോൺസ്റ്റന്റ് വോള്യത്തിൽ നമ്മൾ ഡെൽറ്റ ക്യൂന് പകരം വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൽറ്റ U ഇസ് ഈക്വൽ ടു NCV. ഇൻസ്റ്റെഡ് ഓഫ് CP നമ്മൾ എഴുതുന്നത് CV ആയിരിക്കും. സോ NCV ഡെൽറ്റ T. അപ്പോൾ ഡെൽറ്റ T ഇവിടെയും എന്ത് തന്നെയാണ്? അഗെയിൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. സി ഫോർ ദ സെയിം ടെമ്പറേച്ചർ റൈസ് സെയിം ടെമ്പറേച്ചർ റൈസ് ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കൊടുക്കാം? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ
എനിക്കറിയാം CP/CV ആണ്. അപ്പോൾ ഇവിടെയും N10 ആൻഡ് ഇവിടെയും N10. CP ആൻഡ് CV റിലേഷൻ എനിക്കറിയാം. CP/CV is equal to ആരാണ്? ഗാമയാണ്. ഗാമ is a constant for a monoatomic gas. This is equal to 5/3 ആണ്. ബൈ ഹാർട്ട് ചെയ്യണം. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞത്. This you have to by heart, monoatomic gas. Okay, so CV യുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ F/2R ആണ്. CP യുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ 1 + F/2R ആണ്. F എന്ന് പറഞ്ഞാൽ 3 ആണ് ഫോർ മോണോആറ്റോമിക് ഗ്യാസ്, 5 ആണ് ഫോർ ഡയാറ്റോമിക് ഗ്യാസ്. ഫോർമുലയാണ് ഞാൻ പറയുന്നത്. F എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ മക്കളെ, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഫോർമുല ചാർട്ട് നിങ്ങളുടെ കയ്യിൽ ബൈ ഹാർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഫോർമുലാസ് ആണ്. എപ്പോഴും നമുക്കിങ്ങനെ സടപട എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ട ഫോർമുലാസ് ആണ് ഇതൊക്കെ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളിവിടെ CP/CV നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 20/ΔU is equal to N കട്ട് ചെയ്ത് പോയി, CP 5/3 ആണ്. സോ ΔU is equal to 12. Safwan, wonderful, the answer is 12 joule. Very good Safwan. So answer is 12 joule. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇസ് ദിസ് ക്ലിയർ? ഇത് കട്ടായി പോയി, ഇതും കട്ടായി പോയി, 10 കട്ടായി പോയി. സോ ഇക്വേഷൻ A ഡിവൈഡഡ് ബൈ ഇക്വേഷൻ B. ദിസ് ഇസ് ഇക്വേഷൻ A ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ B ചെയ്യുമ്പോൾ നമുക്ക് ΔU is equal to 12 കിട്ടും. ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞേ. റീൽസ് വേൾഡ്, നിഹാല, whoever is attending. ക്ലിയർ ആണോ കൺസെപ്റ്റ്? പറയണേ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, പറയണേ മക്കളെ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നോക്കടാ നിഹാല. ഓക്കെ, ക്ലിയർ ആണ്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാ നോക്കിക്കോണം മക്കളെ. ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണേ. PV plots of two gases during adiabatic process are shown in the figure. The graphs 1 and 2 should correspond respectively to. Okay, അപ്പോൾ PV ഗ്രാഫ് ആണ്. ഓക്കെ, PV ഗ്രാഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. PV ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് PV ഗ്രാഫിന് വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മളോട് വർക്ക് ചോദിക്കാറ്, വർക്ക് ഡണ്ണിൻ്റെ കാൽക്കുലേഷൻസ് ചോദിക്കാറ്. PV ഗ്രാഫിന് വിത്ത് റെസ്പെക്റ്റ് ആണ് അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഇതാ ഇപ്പം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറ്. PV ഗ്രാഫിന് വിത്ത് റെസ്പെക്ട് ടു ഇന്റേണൽ എനർജി ചോദിക്കാം, ഹീറ്റ് ചോദിക്കാം. അവിടെ നിന്നൊക്കെ നമുക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സിൽ PV ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫൈൻ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ PV പ്ലോട്ട് ഓഫ് ടു ഗ്യാസസ് ഡ്യൂറിങ് അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ PV ഗ്രാഫ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഗ്രാഫ്സ് 1 and 2 എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. 1 and 2 എന്താണ്? ഓക്കെ, സോ ഫസ്റ്റ് വൺ നിഹാല, ഫസ്റ്റ് വൺ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ ആദ്യം നമുക്ക് നോക്കാം. അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ പ്രഷർ വേഴ്സസ് വോളിയം PV റേസ് ടു ഗാമ എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, PV റേസ് ടു ഗാമ എ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ നോക്കിയ മക്കളെ, ഗാമ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? കോൺസ്റ്റന്റ് ആണ്, CP/CV ആണ്. ആൻഡ് ഫ്രം ദ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ΔP/V is equal to എന്ത് വരും നമ്മുടെ അല്ലേ? ഇവിടെ എന്താ വരിക? സ്ലോപ്പ്. ഇങ്ങനെയല്ല, ΔP/ΔV ആണ്. സ്ലോപ്പ് നോക്കിയ മക്കളെ, ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ലോപ്പ്? നോക്കി, 1-നാണോ 2-നാണോ ഏറ്റവും കൂടുതൽ സ്ലോപ്പ്? ഓക്കെ, 1-നാണോ 2-നാണോ ഏറ്റവും കൂടുതൽ? നോക്കിയേ, 1 ഗാമ രണ്ട് വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു. ഗാമ ഒരെണ്ണം 5/3, പിന്നത്തത് ഗാമ 7/5. എന്താ നോക്കിയേ, എന്താ സംഭവം? ഗാമ ഓഫ് ഡയാറ്റോമിക്, ഗാമ ഫോർ ഡയാറ്റോമിക് ഇസ് ലെസ് ദാൻ ഗാമ ഫോർ മോണോആറ്റോമിക്. ഓക്കെ, ഫ്രം ദ കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ മോണോആറ്റോമിക്കിന്റെ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ ഡയാറ്റോമിക്കിന്റെ പറയാണ്. ബിക്കോസ് എല്ലാ ഓപ്ഷനും ഡയാറ്റോമിക്, മോണോആറ്റോമിക്, മോണോആറ്റോമിക്, ഡയാറ്റോമിക്, 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 ഡയാറ്റോമിക്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ക്വസ്റ്റ്യൻ ഇസ് ബേസ്ഡ് ഓൺ ഡയാറ്റോമിക് ആൻഡ് സ്ലോപ്പ്. ഇതിൻ്റെ ലെസ് സ്ലോപ്പ് ആണ്, ലെസ് സ്ലോപ്പ് ആണ്. ദിസ് ഇസ് ഫോർ ദ ലെസ് സ്ലോപ്പ്, ദിസ് ഇസ് മോർ സ്ലോപ്പ്. പിന്നെ ചെരുവ്, സ്ലോപ്പ് ചെരുവില്ല, കൂടുതലല്ലേ, 2-നാണ് കൂടുതൽ. അപ്പോൾ ഗാമ എനിക്കറിയാം എന്താണ്, ആരാണ് കൂടുതൽ? ഗാമ ഫോർ മോണോആറ്റോമിക് ആണ് കൂടുതൽ. സോ സ്ലോപ്പ് കൂടുതൽ ആർക്കാണ്? മോണോആറ്റോമിക്കിനാണ്. സോ 2 എന്ന് പറഞ്ഞാൽ മോണോആറ്റോമിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? ഹീലിയം ആയിരിക്കണം.
ആൻഡ് സ്ലോപ്പ് കുറവ് ലെസ് സ്ലോപ്പ് ഫോർ ഡയാറ്റോമിക് ആയിരിക്കണം. ഡയാറ്റോമിക് ഇവിടെ ആരാ O2 ആണ്. സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ഫസ്റ്റ് ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്താണ് അഡിയാബാറ്റിക് പ്രോസസ് ആണ്. അഡിയാബാറ്റിക് പ്രോസസ്സിന് PV റൈസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണ്. ഫ്രം ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ആയിരിക്കും? ഏറ്റവും കൂടുതൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഗാമ കൂടിയ ആൾക്ക്. ഗാമ കൂടുക എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ്? ദാറ്റ്സ് ഫോർ ദ മോണോറ്റോമിക് ഗ്യാസ് 5/3 ആണ്. ആൻഡ് ഫോർ ദ ഡയാറ്റോമിക് ഗ്യാസ് ഗാമ ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഗാമ കുറയുമ്പോൾ ആക്ച്വലി എന്ത് കുറയും? സ്ലോപ്പ് കുറയും. സോ വാട്ട് ഇസ് ദ ഓപ്ഷൻ? O2 ആണ് നമ്മുടെ സ്ലോപ്പ് കുറഞ്ഞത്. സോ ഗാമ കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഡയാറ്റോമിക്കിലാണ്. സോ ഡയാറ്റോമിക് ഇസ് ഫോർ O2 ആൻഡ് സ്ലോപ്പ് കൂടിയത് മൊണാറ്റോമിക്കിലാണ്. മൊണാറ്റോമിക് എന്ന് പറഞ്ഞാൽ ഹീലിയമാണ് നമ്മുടെ ഓപ്ഷൻ. സോ ഓപ്ഷൻ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്. ഓക്കെ, പറയണേ മക്കളെ, ക്ലിയർ ആണോ എന്ന് പറയണേ. ഫൈൻ, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞു PV ഇൻഡിക്കേറ്റഡ് ഡയഗ്രം. ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേഷൻ പാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വിടുകയാണ്. ബിക്കോസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് പറയാം. നോക്കിയോ മക്കളെ, ആദ്യം വർക്ക് ഡൺ ഫോർ ദ പ്രോസസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നെല്ലാം ചെറിയൊരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻഡിക്കേറ്റഡ് ഡയഗ്രം വന്നതെല്ലാം പ്രഷർ വേഴ്സസ് വോളിയം, പ്രഷർ വേഴ്സസ് വോളിയം, പ്രഷർ വേഴ്സസ് വോളിയം ആണ്. പ്രഷർ ഇൻ Y ആക്സിസ് ആൻഡ് വോളിയം ഇൻ X ആക്സിസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടത്? നമ്മൾ വർക്ക് ഡൺ പ്രഷർ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടത്. ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫ് എന്തല്ല, പ്രഷർ വേഴ്സസ് വോളിയം അല്ല, വോളിയം വേഴ്സസ് പ്രഷറാണ്. ഓക്കെ, വോളിയം വേഴ്സസ് പ്രഷറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്താൽ പോരാ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇങ്ങനെ കണ്ടാൽ പോരാ. തെറ്റാണ്, 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 തെറ്റാണ്. വൈ? ബിക്കോസ് ഇവിടെ ആക്ച്വലി അത് ശരിയായിരുന്നു. എപ്പോൾ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ശരിയായിരുന്നു ഇഫ് ദ ഗ്രാഫ് ഇസ് പ്രഷർ Y ആക്സിസിലും വോളിയം X ആക്സിസിലുമായാൽ നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ മതിയായിരുന്നു. ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ മതിയായിരുന്നു. ബട്ട് വെൻ ഇറ്റ് ഇസ് വോളിയം വേഴ്സസ് പ്രഷർ, ഗ്രാഫ് വോളിയം വേഴ്സസ് പ്രഷർ ആയാൽ മക്കളെ നമ്മൾ കാണേണ്ടത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇങ്ങനെയാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയണം മക്കളെ. ഈ പറഞ്ഞ കാര്യം ഇപ്പം ലാസ്റ്റ് പറഞ്ഞ കാര്യം ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്തുകൊണ്ട് Y ആക്സിസിൽ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് വോളിയം ചേഞ്ച് ആണ്. വോളിയം ചേഞ്ച് വരുന്നത് Y ആക്സിസിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ Y ആക്സിലെ ഏരിയ ആണ് എടുക്കേണ്ടത്. ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് ക്ലിയർ ആണോ എന്ന് പറഞ്ഞ മക്കളെ? ക്ലിയർ ആണോ? പറയണേ. സോ അങ്ങനെ ആവുമ്പോൾ പരിപാടി കഴിഞ്ഞു. എനിക്ക് ക്ലിയർ ആണ് സഫാൻ. ഓക്കെ, സോ അങ്ങനെ ആവുമ്പോൾ എനിക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ എന്താ ഷേപ്പ്? ഇത് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഷേപ്പാണ്? ഇതൊരു ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പാണ്. സോ ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇതാണ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ. സോ ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ്. ഇവിടെ നോക്കി, ഇവിടെ ആരൊക്കെ പാരലൽ സൈഡ്സ്? ശ്രദ്ധിക്കണം മക്കളെ, ഇവനുമാണ് ഇവിടെ പാരലൽ. ഓക്കെ, ഇവനുമാണ് ഇവിടെ പാരലൽ. അപ്പോൾ ഇവിടെ ഒന്ന് 10 കിലോ പാസ്കലും പിന്നത്തത് 30 കിലോ പാസ്കലും. ഈ രണ്ട് വാല്യൂ ആണ് നമ്മുടെ പാരലൽ ആയിട്ടുള്ളത്. സോ അവനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 10 + 30 ഇൻറ്റു കിലോ ആണ്. 10⁻³ ആണ്. നിഹാല ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാരലൽ, സം ഓഫ് ദി പാരലൽ സൈഡ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവനാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹൈറ്റ് ആണ്. ഓക്കെ, റീൽസ് വെൽ ക്ലിയർ ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവനാണ്. അപ്പോൾ അവനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇവിടെ നിന്ന് ഇവിടെ വരെ 25. ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ നിന്ന് 25 CC. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 10 സോ എനിക്ക് വേണ്ടത് അതിൻ്റെ ഡിഫറൻസ് ആണ്. സോ എനിക്ക് എന്ത് എഴുതാം? 20 - 10 ഇൻറ്റു സി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദാ മക്കളെ, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഓപ്ഷനും ജൂൾ 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 ജൂൾ. ഓക്കെ, ശ്രദ്ധിക്കണേ. CC എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. ദിസ് ഷുഡ് ബി നോട്ടഡ്. കാരണം എല്ലാ ഓപ്ഷനും സ്റ്റാൻഡേർഡ് ജൂളിലാണ്, SI യൂണിറ്റിലാണ്. ബട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് CCയിലാണ്. ഓക്കെ സഫ്വാൻ. ഓക്കെ, വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, സോ 10⁻⁻6 സോൾവ് ചെയ്യാം മക്കളെ. ഞാനിത് സോൾവ് ചെയ്യുന്നില്ല. ഫൈനലി യു വിൽ ഗെറ്റ് 0.3 ജൂൾ ആണ്. 4th ഓപ്ഷൻ ആണ് നമുക്ക്
കിട്ടാം. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? ബാക്കി വാല്യൂസ് എല്ലാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സി കിട്ടണം. ഇതിൽ നിന്ന് ഏരിയ ബിലോ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഗോ ഫോർ ദ വൈ ആക്സിസ് ആണെന്നും കിട്ടണം. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞേ, ക്ലിയർ ആണോ? കാൽക്കുലേഷൻ പാർട്ട്, തിയററ്റിക്കൽ പോർഷൻ എല്ലാം ക്ലിയർ ആണോ? പറയണേ. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്ലിയർ ആണ് മക്കളെ? പറയണേ. ലെറ്റ്സ് ഗോ ടു ഞാൻ പറഞ്ഞ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് അറിയണം. ക്ലിയർ ആണ് സഫ്വാൻ? ഓക്കെ, ബേസിക് ആയിട്ട് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, കാർനോട്ടിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ W ആണ്, വർക്ക് ഡൺ ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ Q1 ആണ്. ഔട്ട്പുട്ട് W എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ബൈ Q1 ആണ്. ഓക്കെ, W1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇവരെ നമുക്ക് 1 മൈനസ് Q2 ബൈ Q1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. അപ്പം ഇത്രയും ഇക്വേഷൻ നമുക്ക് എവിടെ അറിയണം? റീൽസ് വേൾഡ്. ക്ലിയർ ആണ്? ഓക്കെ, ഇത്രയും ഇക്വേഷൻ നമുക്ക് എവിടെ അറിയണം? ഇത്രയും ഇക്വേഷൻ നമുക്ക് കാർനോട്ട് എഞ്ചിൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിയണം. ഇത് നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾക്ക് കാർനോട്ട് എഞ്ചിൻ്റെ ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ അതിന് മുമ്പ് ആരാണ് Q1, ആരാണ് Q2, ആരാണ് T1, ആരാണ് T2 എന്ന് വൃത്തിയായി കൃത്യമായി അറിഞ്ഞിരിക്കണം. ആരാ മക്കളെ Q1 എന്ന് പറഞ്ഞാൽ? Q1 എന്ന് പറഞ്ഞാൽ the amount of heat taken from the source. തെറ്റിക്കരുത്. Q1 എന്ന് പറഞ്ഞാൽ the amount of heat taken from the source. സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് ആണ് Q1 എന്ന് പറഞ്ഞാൽ. What is Q2? The amount of heat rejected into the sink. സിങ്കിലോട്ട് കൊടുക്കുന്ന ഹീറ്റ് ആണ് Q2 എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ Q2 എന്ന് പറഞ്ഞാൽ the സിങ്കിലോട്ട് കൊടുക്കുന്ന ഹീറ്റ് ആണ് Q2. Q1 എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഹീറ്റാണ് Q1. Q2 എന്ന് പറഞ്ഞാൽ സിങ്കിലോട്ട് കൊടുക്കുന്ന ഹീറ്റാണ് കേട്ടോ. നോട്ട് ചെയ്യണം മക്കളെ, ഹീറ്റാണ്, ടെമ്പറേച്ചർ അല്ല. എന്താണ് T1 എന്ന് പറഞ്ഞാൽ? T1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദി സോഴ്സ് ആണ്. എങ്ങനെ നമുക്ക് സോഴ്സ് ആണ് സിങ്ക് ആണെന്ന് മനസ്സിലാവുക? സോഴ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും സോഴ്സ്. T2 എന്ന് പറഞ്ഞാൽ എന്താണ്? T2 എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും. അതിലോട്ടായിരിക്കും നമ്മൾ Q2 കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ നമുക്ക് കാർനോട്ട് എഞ്ചിൻ ഒരു പേടിയില്ലാതെ അതിലെ ക്വസ്റ്റ്യൻസ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അഗെയിൻ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുള്ളൂ. അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഫൈൻ, ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ നോക്കി മക്കളെ? എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 300 Kelvin ആൻഡ് 600 Kelvin എന്ന് പറഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ടെമ്പറേച്ചർ ആണ്. 600 Kelvin എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആണ്. അത് ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയൂല. ഞാൻ പറഞ്ഞിരുന്നു തന്നിട്ടുള്ളതിൽ കുറവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്, തന്നിട്ടുള്ളതിൽ കൂടുതൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സോഴ്സ് ആണ്. ഫൈൻ. ഹാസ് എ വർക്ക് ഔട്ട്പുട്ട് ഓഫ് 8000 Joule per cycle. ഓക്കെ, ഇതാണ് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. ചോദ്യം, ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് എനർജി സപ്ലൈ ടു എൻജിൻ ഫ്രം ദ സോഴ്സ് ഇൻ ഈച്ച് സൈക്കിൾ. എനിക്ക് കാണേണ്ടത് എൻജിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന, സോഴ്സിൽ നിന്ന് എൻജിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഏതാണ്? അപ്പം ഞാൻ പറഞ്ഞിരുന്നു തുടക്കം തന്നെ നിങ്ങൾക്കിതിൽ കാർനോട്ട് എഞ്ചിനിൽ നിങ്ങൾക്ക് ഫോർമുല പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മക്കളെ നമ്മൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കേണ്ട ഒരു സാധനമുണ്ട്. Q1 എന്താണ്, Q2 എന്താണ്, T1 എന്താണ്, T2 എന്താണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആരാ? ക്യാൻ യു പ്ലീസ് പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ് മക്കളെ. റീൽസ് വേൾഡ്, ഇറ്റ്സ് വണ്ടർഫുൾ, വെരി ഗുഡ്, വാവ്, സൂപ്പർ, തീ നിഹാല. ഓക്കെ, ഡൺ, സോ ഹാപ്പി. ഓക്കെ, കിട്ടിയതാ ഞാൻ പറഞ്ഞു തീരുമ്പോഴത്തേനും ആൻസർ ആയിന്. ഓക്കെ, സോ നമുക്കിവിടെ ചെയ്യാം അല്ലേ. വർക്ക് ആരാ? വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വർക്ക് ബൈ Q1 ആണ് എനിക്ക് കാണേണ്ടത്. ഇസ് ഈക്വൽ ടു ആരാണ്? ആരാ
Q1 നമുക്ക് തന്നിട്ടുള്ളത് Q1ൻ്റെയും Q2ൻ്റെയും ടേംസിലാണ്, നമുക്ക് തന്നിട്ടുള്ളത് ടെമ്പറേച്ചർ ടേംസിലാണ്. സോ നമുക്ക് ഇവിടെ എഴുതാം T1 ലൈക്ക് 1 മൈനസ് എഴുതാം. സോ ദാറ്റ് വിൽ ബി ബെറ്റർ. സോ 1 മൈനസ് T2 ബൈ T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8000 ബൈ Q1 എത്രയാ? Q1 ആണ് കാണേണ്ടത്. ഈക്വൽ ടു 1 മൈനസ് T2 എത്രയാ? 300 ബൈ ജബ്സ് 1 ആണോ? ജബ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു പാട്ടാ ഓർമ്മ, പെട്ടെന്ന് ലൈവാണെന്ന് ഞാൻ മറന്നു പോകുന്നുണ്ടോ. ലൈക്ക് യൂട്യൂബ് ലൈവിൽ നമ്മൾ കുറച്ച് ഡീസൻസി ഇൻ ദ സെൻസ് ചളിയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ജബ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വന്നത്. സോ ഞാൻ ജബ്സ് ആ കമൻറ്റ് തന്നെ ഡെലീറ്റ് ചെയ്തിട്ടോ. ഓക്കെ, സോ ആ നെയിം കണ്ടപ്പോഴാണ് കേട്ടോ പാട്ടാണെന്ന്. ഓക്കെ, വേണ്ട, പാട്ടൊന്നും പാടണ്ട. ഇപ്പോൾ ലൈവിൽ നമ്മൾ പാട്ടൊന്നും പാടില്ല. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ക്ലാസ്. ഓക്കെ, 300 ബൈ 600 ആണ്. സോ കാൽക്കുലേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. 800 ബൈ പാട്ട്, എന്തെങ്കിലും ഒരു പാട്ട് വന്നാണ്ടല്ലോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് പാടിയില്ലെങ്കിൽ ഉള്ളൊരു അടങ്ങേറ് നിൻ്റെ അമ്മ. സോൾവ് ചെയ്യാം മക്കളെ. ഇത് ഞാൻ എൻ്റെ ട്രാക്ക് പോയിന്. ഓക്കെ, ഞാൻ എവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെ പാട്ട് വന്നപ്പോൾ 1 മൈനസ് ഇത്ര ഒരാ ലൈക്ക് 1/2. ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകാം, അത് അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലേ. സോ ഇത് എത്ര? 1 മൈനസ് 1/2 1/2 8000 ബൈ Q. സോ Q വിൽ ബി ഈക്വൽ ടു 1600. ഓക്കെ അല്ലേ മോനെ? എവ്രി വൺ can please put it in the comment box. ഓക്കെ അല്ലേ? ഓക്കെ, കാരണം നിങ്ങൾ ഓൾറെഡി ആദ്യമേ തന്നില്ലേ. എൻ്റെ മോനെ നിങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഓക്കെ, സംഭവമാണ്, പൊള്ളിയാണ് കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ തന്നപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് പിന്നെ അതിൽ കൂടുതൽ എന്താ വേണ്ടേ അല്ലേ? തിങ്ങി നീറ്റ് കൂടെ ക്ലിയർ ചെയ്താൽ മതി. സന്തോഷമായി നമുക്ക് അല്ലേ? ഫൈൻ. അപ്പോൾ കൂടുതൽ പഠിക്കുക, ഇനിയും പഠിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് കൈനറ്റിക് തിയറിയിലോട്ട് മൂവ് ചെയ്യണം കേട്ടോ. ഫൈൻ, ക്ലിയർ ആണ്. ഓക്കെ, സഫാൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഹേ, ഹോ, ഹൗ, ഹം, ഹ. For an isobaric process, the ratio of delta Q to the delta W is isobaric process. അല്ലേ? എന്താണ് the ratio of delta Q by delta W എന്ന് പറഞ്ഞാൽ? isobaric എന്താ? ഞാൻ പാടും. അത് നമ്മൾ ലൈക്ക് കുറേ ക്ലാസ്സെല്ലാം നമ്മൾ കഴിഞ്ഞു. ഡോപ്പൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. സോ അതൊക്കെ ഭയങ്കര മിസ്സാട്ടോ. മെയിൻലി നമുക്ക് ഇത് ലൈവ് സെഷൻ ആയതുകൊണ്ട് കേട്ടോ, കുറച്ചെങ്കിലും കുട്ടികൾ കണ്ടിരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. ലൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് സെഷൻസ് ഉണ്ട്. എന്താ ഓൺലൈൻ സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആപ്പിൽ നമ്മൾ ക്ലാസ് വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യും. അതും എല്ലാം കഴിഞ്ഞു. ഇപ്പം നമുക്ക് റിവിഷൻ എക്സാംസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ സ്റ്റുഡിയോയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ ക്ലാസ് റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ നമ്മൾ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ സ്റ്റുഡിയോ സെറ്റ് ചെയ്താണല്ലോ പോകും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ക്ലാസ് എടുക്കുന്നത് ഞാനും ക്യാമറയും പിന്നെ നിങ്ങളും എവിടെയോ ഉള്ള ലൈക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ എവിടേക്കോ ഉള്ള കുട്ടികൾ കാണുന്നു. പല സ്ഥലത്തിരുന്ന് കാണുന്നതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ക്യാമറയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിൽ ക്ലാസ് എടുക്കുമ്പോൾ ആക്ച്വലി നമ്മളിങ്ങനെ എന്തെങ്കിലും പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഏതെങ്കിലും വേർഡ് സ്റ്റക്ക് ആകുമ്പോൾ നമ്മളിങ്ങനെ പാട്ട് പാടുന്നവരാണെങ്കിൽ അങ്ങനെ ആയിപ്പോവും. ഞാനിപ്പോൾ പാട്ട് പാടുന്നതെന്നല്ല പറയുന്നത്, ഏത് ആൾക്കും ഒരു കൊലാവാസന ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ പിന്നെയാണെങ്കിൽ ഓർമ്മ ദിസ് ഇസ് യൂട്യൂബ് ലൈവ്. അപ്പോൾ അത് കട്ട് ഷോട്ട് ചെയ്താണ്. ഓക്കെ, അതവിടെ അങ്ങനെ കിടക്കും. അതുകൊണ്ടാണ്. ഫൈൻ. നമ്മൾ പ്രൈവറ്റ് ക്ലാസ്സസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആണ്, ഇതെല്ലാവർക്കും കാണാം. ഓക്കെ, സോ വി ഹാവ് ടു ബി ലിറ്റിൽ ബോട്ട് കെയർ ഉണ്ടാവണം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് നോക്കാം അല്ലേ? ഫൈൻ. ക്വസ്റ്റ്യൻ നമുക്കളെ, ഐസോബാറിക് പ്രോസസ്സിൽ ദ റേഷ്യോ ഓഫ് ഡെൽറ്റ ക്യൂ ടു ഡെൽറ്റ ഡബ്ല്യു ആണ്. ഐസോബാറിക് ആണെന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഐസോബാറിക് ആണ്. അപ്പോൾ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയണം എന്ത്? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പ്രഷർ കോൺസ്റ്റൻ്റ്. വെരി ഗുഡ്. ജബ്സ് എന്ന് പറഞ്ഞ വേർഡ് കണ്ടപ്പോഴാണ് ഞാൻ ആ പാട്ട് ഓർക്കുന്നത്. ഓക്കെ, എനിക്ക് വയ്യ. പറ JBZ ആണ്. ലൈക്ക് അപ്പോൾ നോക്കിക്കോട്ടോ, മോനെ നോക്കിക്കോട്ടോ, എല്ലാ മക്കളും നോക്കിക്കോട്ടോ. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് ഫസ്റ്റ് അറിയേണ്ടത്. പിന്നെ കാണേണ്ടത് എന്താ കാണേണ്ടത്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു ആണ് കാണേണ്ടത്.
ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു ആണ് കാണുന്നത്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എൻ സി പി ഡെൽറ്റ ടി ആണ്. ഓക്കെ. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എൻ ആർ ഡെൽറ്റ ടി ആണ്. വൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എൻ ആർ ഡെൽറ്റ ടി. ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് വർക്കിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡൺ. സോ നമുക്ക് ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് ഡെൽറ്റ ടി ഡിസ്കൺ പോയി ഡിവൈഡ് ബൈ ഡെൽറ്റ സി പി ബൈ ആർ ആണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് തെർമോഡൈനാമിക്സിൽ. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ഇതെവിടെയെന്ന് അറിയാം മക്കളെ? ഇത് നീറ്റിൻ്റെ മോനെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 2-3 പ്രാവശ്യമൊക്കെ നീറ്റിന് ചോദിച്ചിട്ടുണ്ടേ. ഒരു പ്രാവശ്യം ഇത് തന്നുള്ള ജൂൾ പെർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സിലാണ് ഈ ഒരു ഫോർമുല. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഒരു പ്രാവശ്യം എയിംസിലാണോ നീറ്റിലാണോ എന്ന് ഓർമ്മയില്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇൻ ടേംസ് ഓഫ് കാലറിയിലായിരുന്നു. കാലറിയിലാണെങ്കിൽ ഇവൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് ഞാനിപ്പോൾ ഈ പറയുന്നത് നോട്ട് ചെയ്യണേ. ദിസ് ഈസ് ഇൻ ടേംസ് ഓഫ് കാലറിയിലാണ്. ഓക്കെ, ഇത് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എയിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ 2016 എവിടെയോ കണ്ടിട്ടുണ്ട്, 2019 എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ പോട്ടെ, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ അതിന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്. കീപ്പ് ഓൺ പ്രാക്ടീസിങ്, കീപ്പ് ഓൺ ഡൂയിങ് ദ പ്രീവിയസ് ഇയേഴ്സ് നല്ല പോലെ പ്രാക്ടീസ് ചെയ്യണേ. ഫൈൻ. ഓക്കെ, സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആർ, ഞാൻ പറഞ്ഞത് ആറിന് എനിക്ക് ഇവിടുന്ന് സി പി മൈനസ് സി വി എന്ന് നമുക്ക് ആറിന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇസ് ഈക്വൽ ടു കഴിഞ്ഞിട്ടില്ല. കഥ ഇവിടെ തീർന്നില്ല. ഇവിടെ ഇതൊന്നും ഓപ്ഷനിലില്ല, അതുകൊണ്ടാണ്. ഇതൊന്നും ഓപ്ഷനിലില്ല. എല്ലാം ഓപ്ഷൻസും ഇൻ ടേംസ് ഓഫ് ഗാമ. ഓക്കെ, സമഗമ. അപ്പോൾ ഗാമ ഫോർത്ത് വൺ ആരാണ്? ഫോർത്ത് വൺ പറഞ്ഞത് സഫ്വാൻ. ഓ വയസ്സായി. ഓക്കെ, വണ്ടർഫുൾ, വെരി ഗുഡ് ശ്രേയ സഫ്വാൻ. ഫോർത്ത് വൺ കറക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ലൈക്ക് എന്താ സി പി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സി പി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ സി പി ബൈ സി വി ബൈ സി പി. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം എന്ത്? സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ 1 ബൈ ഗാമയാണ്. 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1 ബൈ ഗാമ. LCM എടുക്കുമ്പോൾ എന്ത് വരും? ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആവും. ഇതിനെ LCM എടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ദിസ്. സോ ദ ഫോർത്ത് വൺ ഇസ് കറക്റ്റ്. ഓക്കെ നിഹാല, വണ്ടർഫുൾ, ഡൺ. ക്ലിയർ അല്ലേ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? പറയണേ. സോ നമ്മൾ പോസ് ചെയ്യാണ് മക്കളെ, അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ കൈനറ്റിക് തിയറി വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 10-20 മിനിറ്റുള്ളിൽ നമുക്ക് ലൈവ് അവസാനിപ്പിക്കണം. ഓക്കെ, സോ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ക്ലാസ് നമ്മൾ കഴിഞ്ഞു, തെർമോഡൈനാമിക്സ് നമ്മൾ കഴിഞ്ഞു. ലൈക്ക് എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എല്ലാത്തിൻ്റെയും 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈനറ്റിക് തിയറിയും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു ഹാപ്പി ആയിരിക്കണം. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടണം. നിങ്ങൾ ക്ലാസ് കണ്ട് കഴിയുമ്പോഴത്തേനും ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു കോൺഫിഡൻസ്, ലൈക്ക് 2.5 hour or 3 hours നമുക്ക് എല്ലാ ടോപ്പിക്സൊന്നും കവർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് നല്ല രീതിയിൽ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യണം. ഞാൻ നല്ല രീതിയിൽ കൺവേ ചെയ്തു. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഓക്കെ, തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ ഫോർമുല ബേസ് ഇന്ന ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് നന്നായിട്ട് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ബിൽഡപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ. ഈ ഒരു സീരീസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇത്ര അവറിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ക്ലാസ് എടുക്കുമ്പോൾ വളരെ സെലക്റ്റീവായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാനുള്ള കാരണം അതാണ്. കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോരുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നല്ലല്ലോ നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്തൊക്കെ ചെയ്യാം? കളിക്കാൻ പോവാം, സിനിമ കാണാം, ഇഷ്ടംപോലെ പണിയുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരാളാണെങ്കിൽ ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സാധനം കിട്ടണം. ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റണം. നിങ്ങളൊരു കോൺഫിഡൻസ് ആയിരിക്കണം ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡോപ്പ ഉദ്ദേശിക്കുന്നത്, ബുള്ളറ്റ് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കോ മക്കളെ, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം ക്വസ്റ്റ്യൻ എന്താ നോക്കി. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആട്ടോ. ഫൈൻ. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. To an ideal triatomic gas at 800 calorie heat energy is given at a constant pressure. Okay,
If the vibrational mode is neglected, അത് പറയാൻ കാരണമുണ്ട്. വൈബ്രേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ അതിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി എക്സ്ട്രാ കയറി വരും. അതുകൊണ്ടാണ് വൈബ്രേഷൻ മോഡ് ഇസ് നെഗ്ലെക്റ്റഡ് എന്ന് പറഞ്ഞത് കേട്ടോ. നോർമലി നീറ്റിന്റെ ക്വസ്റ്റ്യനിലെല്ലാം വൈബ്രേഷൻ മോഡ് നെഗ്ലെക്റ്റഡ് ആണ്. ഓക്കെ, then the energy used by the gas in work done against the surrounding is. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ സറൗണ്ടിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണേണ്ടത് എങ്ങനെയാണ് ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് സപ്ലൈഡുള്ള ഫോർമുല നമ്മളിപ്പോൾ 2-3 ക്വസ്റ്റ്യനിലായി നമ്മൾ കാലറി 400 കാലറി അല്ലേ, 400 കാലറി ആണോ നോക്കാം. സഫ്വാൻ ഫസ്റ്റ് വൺ ആണ് സഫ്വാൻ പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും 2 ആൻസർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ജബ്സ് ആൻഡ് സഫ്വാൻ ആണ് 2 ആൻസർ കിട്ടിയുള്ളത്. 2 ഡിഫറെൻ്റ് ആണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി ആണ്. ഓക്കെ, ആൻഡ് ഹീറ്റ് ഫോർ ഡൂയിങ് വർക്ക്. ഓക്കെ, കാരണം വർക്ക് ഡൺ ആണ് എനിക്ക് കാണുന്നത്. വർക്ക് ഡണ്ണിൻ്റെ കാണുന്ന ഫോർമുല എനിക്കറിയാം. എന്താണ്? എൻ ആർ ഡെൽറ്റ ടി ആണ് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല. റൈറ്റ്. സോ ഡെൽറ്റ ക്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ ഡബ്ല്യു ആണ് തരാത്തത്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ആർ ഡെൽറ്റ ഡെൽറ്റ ടി പോയി ആൻഡ് വി ഗോട്ട് ആർ ബൈ സി പി. ഇപ്പൊ തന്നെ ജസ്റ്റ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളൂ ആർ ബൈ സി പി എന്താണ്. പിന്നെ ആരാ ഇവനാരോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു. അതിന്റെ റിവേഴ്സ് അല്ലത്. അപ്പൊ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഗാമ ബൈ ഗാമ മൈനസ് 1 ആണെങ്കിൽ ഇവന്റെ ഉൾട്ട എന്ത് വരും? ഇവന്റെ ഉൾട്ട എന്ന് പറഞ്ഞാൽ ഗാമ മൈനസ് 1 ബൈ ഗാമ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ഗാമ. സോ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ക്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 1 മൈനസ് 1 ബൈ ഗാമ. ഇറ്റ്സ് വാട്ട് കൈൻഡ് ഓഫ് ഗ്യാസ്? ട്രയാറ്റോമിക് ഗ്യാസ് ആണ്. ട്രയാറ്റോമിക് ഗ്യാസ് ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് അറിയാം എത്രയാണ്. ഗാമാന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4/3 ആണ്. സോ 1/1 ഡിവൈഡഡ് ബൈ 4/3. സോ സോൾവ് ചെയ്യാം മക്കളെ. 1/3/4 ഡെൽറ്റ ഡബ്ല്യു ഇൻടു 800. സോ ദ ആൻസർ വിൽ ബി ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 200. ഷിറിൻ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്. ഓക്കെ, ജബ്സ് ക്ലിയർ ആണോ മോനെ? 400 എന്തുകൊണ്ട് 400 ആയില്ല? ഓക്കെ, ഒന്നുമില്ല. ഗാമയുടെ വാല്യൂ ട്രയാറ്റോമിക്കിൻ്റെ വാല്യൂ 4/3 ആണ്. ഓക്കെ, ഫൈൻ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ടൈം ടു ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. നമുക്ക് അടുത്ത ചാപ്റ്റർ കൈനറ്റിക് തിയറി വേഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, കൈനറ്റിക് തിയറി പറയുന്നതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ടറി കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറയാണ്. ബിക്കോസ് കൈനറ്റിക് തിയറിയിൽ ധാരാളം കൺസെപ്റ്റുകൾ, ധാരാളം ഫോർമുലകൾ നമുക്ക് ബൈ ഹാർട്ട് അറിയണം. അത് ഇൻ ടേംസ് ഓഫ് മോളാണോ എന്ന് ശ്രദ്ധിക്കണം, ഓർ ഇൻ ടേംസ് ഓഫ് മോളിക്കുലർ മാസ് ആണോ എന്ന് ശ്രദ്ധിക്കണം. വെരി ഗുഡ്. ഓക്കെ, സോ ഫാർ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ക്ലിയർ അല്ലേ മക്കളെ? തെർമോഡൈനാമിക്സും തെർമൽ പ്രോപ്പർട്ടീസിലും ആസ് ഓഫ് നൗ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണോ? ക്യാൻ യു പ്ലീസ് പുട്ട് ഇൻ ദ കമന്റ് ബോക്സ്? ഓക്കെ, കമന്റ് ബോക്സിൽ ഇടണേ. സോ വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, എല്ലാ ചാപ്റ്ററിലും ഞാൻ ചെറിയൊരു ഇൻട്രോ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ എനിക്ക് കൈനറ്റിക് തിയറിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാ വകഭേദങ്ങളും നിങ്ങൾക്ക് അറിയണം. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി മാത്രമാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ പോരാ. എൻ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് മോൾസും ഇൻ ടേംസ് ഓഫ് ഗിവൺ മാസും മോളാർ മാസും വൃത്തിയായി തെറ്റിക്കാതെ കിട്ടണം. ഓക്കെ, ദെൻ ഇൻ ടേംസ് ഓഫ്, അതാണ് ഞാനിത് പ്രിൻ്റ് സെയിം സാധനം ഞാൻ ക്ലാസ് എടുക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഈ ഒരു ഫോർമുല ഇതിൽ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെയർലെസ് ആയിട്ട് ഇതിൽ വരുന്ന മിസ്റ്റേക്സ് ഉണ്ടാവുള്ളൂ. ഒരു വലിയ കീറാമുട്ടി ഫോർമുലകളൊന്നുമില്ല. കൈനറ്റിക് തിയറി ഇറ്റ്സ് വെരി ഡയറക്റ്റ് ടു ദ പോയിന്റ്, സ്ട്രെയിറ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ ഫോർമുലാസ് കിട്ടണം. പ്രഷർ ഇൻ ടേംസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ യു ഷുഡ് നോ ഇറ്റ് ഇസ് 1/3 റോ സി സ്ക്വയർ ഓർ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ RMS വെലോസിറ്റി ആണ്. ആൻഡ് ദി അതർ ഫോർമുല എന്ന് പറഞ്ഞാൽ പ്രഷർ ആൻഡ് കൈനറ്റിക് എനർജി ഫോർമുല വരുന്നുണ്ട്. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. പ്രഷർ ഇസ് ഈക്വൽ ടു 2/3 ടൈംസ് ദ ആവറേജ് കൈനറ്റിക് എനർജി പെർ വോളിയം, ആവറേജ് കൈനറ്റിക് എനർജി. ആൻഡ് ദി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 3/2 RT ആണ്.
Okay, so again, ഞാൻ ഇതിലെല്ലാ ഫോർമുലയും ഞാൻ പറയുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി നമുക്ക് അറിയണം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയണം. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ നേരത്തെ ചാപ്റ്ററിലെല്ലാം ഡിസ്കസ് ചെയ്ത സി വി, സി പി ആൻഡ് ഗാമയുടെ എല്ലാ ഫോർമുല ഇതൊക്കെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ദീസ് ആർ ഓൾ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ആൻഡ് സി പി ആൻഡ് സി വിന്റെ റിലേഷനും നിങ്ങൾക്ക് അറിയണം, ഗാമന്റെ റിലേഷനും നമുക്ക് അറിയണം. ഇത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ റിലേഷൻ ഇസ് കറക്റ്റ് എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ ഫൈൻ. സോ നമുക്ക് മീൻ ഫ്രീ പാത്ത് 2018-19 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു മീൻ ഫ്രീ പാത്ത്. ഓക്കെ, ആ ഫോർമുല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കൈനറ്റിക് തിയറി ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ. 2 വെസൽസ് തുടങ്ങല്ലേ മക്കളെ, തുടങ്ങല്ലേ? കൈനറ്റിക് തിയറി സ്റ്റാർട്ട് ചെയ്യല്ലേ? പറയണേ. Can you please put it in the comment box? ഓക്കെ ആണ് സോ ഫാർ? ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 വെസൽസ് സെപ്പറേറ്റ്ലി കണ്ടെയ്ൻ 2 ഐഡിയൽ ഗ്യാസസ് എ ആൻഡ് ബി അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഓക്കെ, സെയിം ടെമ്പറേച്ചറിലാണ് 2 വെസലിലെ നമുക്ക് 2 ഗ്യാസസ് ഉള്ളത് എ ആൻഡ് ബി. ദ പ്രഷർ ഓഫ് എ ബീങ് ട്വൈസ് ഓഫ് ദാറ്റ് ഓഫ് ബി. ഓക്കെ, എയുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ ബിന്റെ ട്വൈസ് ആണ്. അണ്ടർ സച്ച് കണ്ടീഷൻ ദ ഡെൻസിറ്റി ഓഫ് എ ഇസ് ഫൗണ്ട് ടു ബി 1.5 ടൈംസ് ദ ഡെൻസിറ്റി ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദ മോളിക്യുലാർ വെയ്റ്റ് ഓഫ് എ ആൻഡ് ബി ഇസ്, എൻ്റെയും ബിൻ്റെയും മോളിക്യുലാർ വെയ്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോ, എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോളിക്യുലാർ വെയ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഡെൻസിറ്റി, ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു ആരാണ്? ഡെൻസിറ്റി ഓഫ് എ ഇസ് ഫൗണ്ട് ടു ബി 1.5. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് മോളിക്യുലാർ വെയ്റ്റും ഡെൻസിറ്റിയും കറക്റ്റ് ചെയ്യുന്ന പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ അറിയാവുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് PV is equal to nRT in terms of density. P by rho is equal to RT by M. This is the another format of ideal gas equation. എവിടുന്നാ വന്നേ? PV is equal to nRT യിൽ നിന്നാണ്. P is equal to N by V ആണ്. RT and N എന്ന് പറഞ്ഞാൽ number of moles ആണ്. Moles is equal to മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഫൈൻ. സോ നമുക്ക് എന്ത് പറയാം? മാസ്, മോളാർ മാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഡെൻസിറ്റി ആൻഡ് പ്രഷർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഫൈൻ. സോ നമുക്ക് ഇവിടെ വേണ്ടത് ആരാ? ദ റേഷ്യോ ഓഫ് മോളാർ വെയ്റ്റ് ഓഫ് MA ബൈ MB ആണ് നമുക്ക് വേണ്ടത്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന്, ഈ ഒരു പാറ്റേണിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്താ? ഡെൻസിറ്റി ഓഫ് A ബൈ ഡെൻസിറ്റി ഓഫ് B ഇൻടു pressure of B by pressure of A. Okay, pressure of B by pressure of A. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഡെൻസിറ്റി ഓഫ് A is found out to be 1.5 times the density of B ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് 1.5 ടൈംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1.5 times the density of B divided by density of B into pressure. എങ്ങനെയാന്ന് നോക്കി, pressure same temperature. Pressure of A is being twice of that of B. Pressure of A is being twice of that of B. So pressure of B ഇതാണെങ്കിൽ pressure of A എന്ന് പറഞ്ഞാൽ twice of pressure of B ആണ്. Okay, pressure of A എന്ന് പറഞ്ഞാൽ twice of pressure of B ആണ്. പോയി, രണ്ടും പോയി. So the answer is molecular mass of A divided by molecular mass of B എന്ന് പറഞ്ഞാൽ 1.5 by 2, that we can written as 3 by 4. So 3:4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമിലർ പാറ്റേൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നീറ്റ് എക്സാമിനേഷനും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ജസ്റ്റ് റീ അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇൻ ടേംസ് ഓഫ് നിഹാല, വെരി ഗുഡ്. ഇൻ ടേംസ് ഓഫ് പ്രഷറും ഡെൻസിറ്റിയും നമ്പർ ഓഫ് മോൾസും മോളാർ മാസും, അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. ഇതിനെല്ലാം നമുക്ക് നന്നായിട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റണം. ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കി ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഡബിൾഡ്, ഓക്കെ, പ്രഷർ ഡബിൾ ആയി, then the average kinetic energy per unit volume of the gas will be.
ആവറേജ് കൈനറ്റിക് എനർജി പെർ ഗ്യാസ് വിൽ ബി എന്താകും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്ത്, പ്രഷറും ആവറേജ് കൈനറ്റിക് എനർജിയും തമ്മിൽ റിലേഷൻ ഞാൻ നേരത്തെ എഴുതിയിരുന്നു. പ്രഷർ ഇസ് ഈക്വൽ ടു 2/3 ടൈംസ് കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ബൈ വോളിയം. ഓക്കെ, ഇതാണ് റിലേഷൻ നമ്മൾ എഴുതിയിരുന്നു. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കൈനറ്റിക് എനർജി തുടങ്ങുന്നതിന് മുമ്പ്, കൈനറ്റിക് എനർജി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫോർമുലകളും നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഫോർമുല ബുക്കിൽ ഉണ്ടാവണം. അതൊക്കെ നമ്മൾ തുറന്നു വെക്കണം. ആൻഡ് ഓരോ ഫോർമുലകളും എവിടെ ഉപയോഗിക്കണം എന്ന് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രഷർ എന്തായി, ഡബിളായി. പ്രഷർ ഡബിൾ ആയപ്പോൾ കൈനറ്റിക് എനർജി എന്താവണം, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി എന്തായി, ഡബിൾ ആയി. ഓക്കെ, സോ ഡബിൾ ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ക്ലിയർ ആണോ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? പറയണേ, ക്ലിയർ ആണോ? പറഞ്ഞേ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഫൈൻ, നോക്കിക്കോ. Translational kinetic energy of n moles of diatomic gas at absolute temperature T is given by. Okay, translational kinetic energy ആണ് ക്വസ്റ്റ്യൻ. Translational kinetic energy, ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഡയാറ്റോമിക് ഗ്യാസ് ആണ്. ഓക്കെ, ഡയാറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ മൊണാറ്റോമിക്, ശരി ക്ലിയർ ആണ്. ഓക്കെ, മൊണാറ്റോമിക് ഗ്യാസ് ആണെങ്കിലും ഡയാറ്റോമിക് ഗ്യാസ് ആണെങ്കിലും നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ സാധ്യതയുള്ളത്. ബട്ട് ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ തെറ്റിക്കരുത്, ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി അത് മൊണാറ്റോമിക് ആവട്ടെ ഡയാറ്റോമിക് ആവട്ടെ ആരും തന്നെ ആവട്ടെ, translational kinetic energy will be always 3/2 nRT irrespective of the atomicity. Okay, diatomic ആണെങ്കിലും മോണോ ആറ്റോമിക് ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ that will be 3/2 nRT ആണ്. ഫൈൻ. So now let's go to the next question. നോക്കാം, നമുക്ക് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. നമുക്ക് അതിന് മുമ്പ് ഓക്കെ എല്ലാ വെലോസിറ്റിയും ലൈക്ക് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, മീൻ ആബ്സല്യൂട്ട്, VRMS ഇതിൻ്റെയൊക്കെ ഫോർമുല നമ്മൾക്കറിയണം. എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടിയാൽ വെലോസിറ്റി കൂടും. അപ്പോൾ ഇവിടെ നിന്ന് ഗ്രാഫ് നോക്കിയേ, ഏതിന് വെലോസിറ്റിയാണ് കൂടുതൽ? ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് V2 എന്ന് എഴുതാം, ഇവിടെ നമുക്ക് V1 എന്ന് എഴുതാം. V1 ആണ് V2നേക്കാൾ കൂടുതൽ, ബിക്കോസ് എക്സ് ആക്സിസിൽ കൂടുതൽ പൊസിഷനിൽ കിടക്കുന്നത് V1 ആണ്. സോ നമുക്ക് പറയാം T1 ഗ്രേറ്റർ ദാൻ ആരാണ്? T2 ആണ്. ഫൈൻ, T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കിയേ, റേഷ്യോ ഓഫ് CP ആൻഡ് CV ഏതാണ്? CP/CV നമ്മൾ 2, 3, 4 പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ്. CP/CVയുടെ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വരെ കാണിച്ചാണ്. എന്താണ്? CP 1 + 2/F. 1 + 2/F ആണ്. സോ ഇറ്റ് ഇസ് 1 + 2/F. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ, 1 + 2/F. F എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ ഫൈൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് മൈ ഡിയേഴ്സ്. സോ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പറഞ്ഞ ടോപ്പിക്സ് ഏതാണ്? ലൈക്ക് കൈനറ്റിക് തിയറിയിലെ ഇനീഷ്യൽ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിരുന്നു. ലൈക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, പിന്നെ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് ഫോമാറ്റ്സ്, ദ റേഷ്യോ ഓഫ് CP/CV ആൻഡ് ഈ ട്രാൻസ്ലേഷണൽ ആൻഡ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ആൻഡ് ലൈക്ക് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രീ പാത്തുമായി ബന്ധപ്പെട്ട ഫോർമുല 2019 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 2016 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും അതിലെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഫ്രം ദ പ്രീവിയസ് ഇയേഴ്സ് എന്നും NCERT എക്സാമ്പിൾസ് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോഴാണ് കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി കോൺഫിഡൻസ് നമുക്ക് വരിക. ഓക്കെ, സോ ഹിയർ വി വൈൻഡ് അപ്പ് ദ 3 ചാപ്റ്റേഴ്സ്. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. കുറച്ച് പഠിക്കുമ്പോൾ നമുക്ക് പേടി കൂടുതലായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.